നമസ്തേ, ജന ഡിബേറ്റിലേക്ക് സ്വാഗതം. നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് പുതിയ ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുകയാണ്. ഈ വെളിപ്പെടുത്തലുകൾ എത്രത്തോളം കേസിൽ നിർണായകമാകും? ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണോ ഇതെന്ന് പലരും സംശയമുന്നയിച്ചിരുന്നു. ഇതിന് ശക്തി പകരുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴും പുകമറയ്ക്കുള്ളിലാണ്. അത് മറനീക്കി പുറത്തു വരുമോ? ഒപ്പം നിമിഷപ്രിയയുടെ മോചനത്തിനായി അന്താരാഷ്ട്ര തലത്തിൽ രാജ്യം നടത്തുന്ന ശ്രമങ്ങൾ തുടരുകയാണ്. എല്ലാം ശുഭകരമായി പര്യവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് BJP പ്രതിനിധി അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്, എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസൈൻ, സനായിലെ സാമൂഹ്യ പ്രവർത്തകൻ സാമുവൽ ജെറോം, സാമൂഹ്യ പ്രവർത്തക കൃപ മരിയ എന്നിവരാണ്. കൃപ മരിയ ജോയിൻ ചെയ്യുന്നത് ഇറ്റലിയിൽ നിന്നാണ്. ആദ്യം സാമുവൽ ജെറോമിലേക്കാണ്. ശ്രീ സാമുവൽ ജെറോം, അങ്ങ് സംസാരിക്കുന്നത് സനായിൽ നിന്നാണ്. നിലവിൽ നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അപ്ഡേറ്റ്സ് എന്താണ്? Now we have got the extension, but unfortunately we had a setback yesterday, very bad setback, where the brother has posted that he will not accept any, there is no pardon and there will be no blood money or anything like that. So he has clearly mentioned that, and which that has been his stand right from the beginning. That's what so. But why did he come out and say that in public? It's a very important thing. Now there is no much time again in our hand, because this is we have an extension, but there is no time frame or anything, which means that it could happen even tomorrow, or it can happen day after tomorrow, or it could happen a year later. So we don't have time on it. So whatever available time, we should we should approach the family and ask forgiveness, so and secure Nimisha's release. That is what is ahead of us. Okay, I will come to you. That is the position from Sanai. സാമുവൽ ജെറോമാണ് നിലവിലുള്ള വിവരങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇപ്പോൾ ഇറ്റലിയിൽ നിന്നും കൃപ മരിയ നമ്മോടൊപ്പം ചേരുകയാണ്. കൃപ മരിയയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കൃപ മരിയ ആദ്യം നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് മുന്നോട്ട് പോയ ഒരു സാമൂഹിക പ്രവർത്തകയാണ്. റോമിൽ നിന്നാണ് നമ്മോടൊപ്പം കൃപ മരിയ ചേരുന്നത്. കൃപ, താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട്? നമസ്കാരം. എൻ്റെ നിമിഷപ്രിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ 2021 ലൈവൊക്കെ ഇട്ട് വിങ്സ് കേരള പറഞ്ഞിട്ടാണ് സൂം മീറ്റിംഗ് നടത്തി നിമിഷയോട് നേരിട്ട്, അതായത് സൂമിലൂടെ ഞാൻ സംസാരിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തി എല്ലാം എഴുതി വെച്ച് ഉറപ്പായതിന് ശേഷമാണ് ഞാൻ ലൈവ് ഇട്ടത്. അപ്പം അന്ന് നിമിഷപ്രിയ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ ഞാൻ അന്ന് ലൈവിൽ ശക്തമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരികയും നമുക്ക് അത് പ്രകാരം അവര് കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയും അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് അഡ്വക്കേറ്റ് ആയാലും അവരുടേതായ പ്രതിനിധികളും നമ്മുടെ ഗവൺമെന്റും ഒക്കെ പരിശ്രമിച്ച് നമുക്ക് സ്റ്റേ മേടിക്കാൻ പറ്റിയിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ അധികം ഇത് ലൈവ് അവർക്ക് കൊടുക്കാറില്ല അവരെ കുറിച്ച്. പക്ഷെ രണ്ടാമത് ഇപ്പൊ അവള് സംസാരിക്കാറുണ്ട്, എനിക്ക് അന്ന് തുടങ്ങി മെസ്സേജസ് ഒക്കെ പാസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അന്ന് സംസാരിച്ച ആ ഒരു ഇത് ഇവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നിമിഷപ്രിയയ്ക്ക് ഒരു രക്ഷപ്പെടാനുള്ള പഴുതാണെങ്കിൽ ദൈവം സഹായിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയും കൂടിയും ചെയ്യാണ്. എല്ലാവരും അതിന് പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുക, നെഗറ്റീവ് കമന്റുകൾ ഉപേക്ഷിക്കുക. പ്രത്യേകിച്ച് വിദേശത്ത് നിൽക്കുന്ന സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ പെങ്ങള് എന്ന രീതിയിൽ കണ്ട് കമന്റ്സുകൾ നെഗറ്റീവായിട്ടുള്ളത് ഒഴിവാക്കാം. ഓക്കെ, എനിക്ക് പറയാനുള്ളത്, നിമിഷപ്രിയ തലാലായിട്ടുള്ള കണക്ഷനില്, അതായത് അവരുടെ ഇതിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിമിഷപ്രിയയോട് ഒരു ക്ലിനിക്ക് തുടങ്ങണമെന്ന് ആവശ്യപ്പെടാം. ഇവർ രണ്ടുപേരും കൂടി തീരുമാനിക്കുന്നു. അപ്പൊ ഹോസ്പിറ്റലിലെ ഓണറായിരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു, നമുക്ക് ഷെയർ ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്.
അപ്പൊ വിഹിതം എടുക്കണതിനനുസരിച്ചിട്ട് അത് 3:3:3 എന്ന അനുപാതത്തിൽ എടുക്കാന്നുള്ള കരാർ ഒപ്പിടാനാണ് അവർ തീരുമാനിച്ചത്. അതിൽ 34 ലക്ഷം രൂപയാണ് നിമിഷപ്രിയ നമ്മൾക്ക് കൊടുക്കേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോ നിമിഷപ്രിയ ഓക്കെ പറഞ്ഞു. ഭർത്താവ് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പൈസ കൊടുക്കാനും നിമിഷപ്രിയയുടെ കയ്യിൽ കൊടുത്തു വിട്ടു എന്നുള്ള ഒരിതാണ് അന്ന് എന്നോട് പറഞ്ഞത്. പിന്നെ ഇവര് ഒപ്പിടാൻ സമയത്ത് ഇതില് എന്തോ ഒരു മൈനസ് ആയിട്ടുള്ള, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടു. 3:6 ആയി മാറണ്. 3:3യും നമ്മുടെ 2:3, അതായത് നിമിഷപ്രിയയുടെ 3യും തലാലിന്റെ 3യും തലാൽ എഴുതി മേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൾക്കൊരു ഡൗട്ട് തോന്നിയിരുന്നു. അപ്പൊ തന്നെ എറർ ആയിരുന്നു. പിന്നെ ഇവളുടെ പാസ്പോർട്ട് എടുത്ത് അവര് പിടിച്ചു വെക്കുകയും അവൾക്ക് പോസിറ്റീവായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടുപോയ ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ ഇവൾക്ക് ചതി പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ചതി എന്ന് പറഞ്ഞാൽ അവരുടെ അതിൽ ഉൾപ്പെട്ടു പോയി. അവരെ യമന്റെ നിയമങ്ങൾ അറിയാലോ, കൊന്നുകളയുന്നുള്ള, ഇവളെ ഒരുപാട് ടോർച്ചർ ചെയ്യുക. അപ്പൊ ഇവരുടെ മാതാപിതാക്കള്, അതായത് തലാലിന്റെ മാതാപിതാക്കളായിട്ട് വളരെ കമ്പനിയായിരുന്നു ഇവള്. കാരണം ക്ലിനിക്കിൽ വരുമായിരുന്നു ട്രീറ്റ്മെന്റിന്. ഇവള് ഒരുപാട് സഹായങ്ങൾ നേഴ്സ് എന്ന രീതിയിൽ ചെയ്യുമായിരുന്നു, ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് വളരെ ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ പാസ്പോർട്ട് പിടിച്ചു വെച്ചപ്പോ നിനക്ക് ആ മാതാപിതാക്കളോട് പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ അവരോട് പറയാൻ വേണ്ടി ഒരു ദിവസം പോയിരുന്നു. പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവര് അവളെ അവരുടെ സഹോദരനാണ് ഉണ്ടായത്. അപ്പൊ അവരെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്, അതായത് തലാലിനെ കൊണ്ട് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അവളവിടെ ബന്ദിയാക്കണ രീതിയിലാക്കി. അപ്പൊ അവൾക്ക് പുറത്തേക്ക് വരാനോ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സാഹചര്യത്തിലേക്ക് വരാനോ നമുക്ക് പുറത്തു വന്ന് പറയാനോ പാസ്പോർട്ട് കിട്ടിയുമില്ല. അങ്ങനെ കൈ പിടിച്ച് കൊടുക്കുക എന്നൊരു ചടങ്ങ് പോലെ അവരവിടെ നടത്തി എന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷെ അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവളെ ശരിക്കും ടോർച്ചറിങ്. ദെൻ അത് കഴിഞ്ഞ് പിന്നത്തെ ഇത് വരുന്നത് ഇവള് ഇവരുടെ ഒരു ഈ ടോർച്ചറിങ്ങും ഇതൊക്കെ ഇവളുടെ കൂട്ടുകാരിയായ ഹനാൻ കാണുന്നുണ്ടല്ലോ. ഇവര് ഷെയർ ചെയ്യുമായിരുന്നു, ഫ്രണ്ട്സ് എന്ന നിലയിൽ ഉപരി താമസിക്കുന്നത് ഒരുമിച്ചാണ് തോന്നുന്നു. അപ്പോ ആ ഇതിൽ തന്നെ അപ്പോ അവരോട് ഷെയർ ചെയ്തു. പിന്നെ ഈ വാച്ച്മാനോട് ഷെയർ ചെയ്തു. ഷെയർ ചെയ്തപ്പോ വാച്ച്മാൻ പറഞ്ഞു, നിങ്ങൾ പറ്റുകയാണെങ്കിൽ അവനെ ഒന്ന് അൺകോൺഷ്യസ് രീതിയിലാക്കിയിട്ട് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ ഇവളെ പ്രോത്സാഹിപ്പിക്കുക ചെയ്തത്. അപ്പൊ അങ്ങനെ ഇവള് നോക്കിയപ്പോ ഒരു നേഴ്സിന് അറിയാവുന്ന രീതിയിൽ ഇവള് കെറ്റാഡിൻ എന്ന് പറയുന്ന ഒരു ദിവസം ട്രീറ്റ്മെന്റിന് വന്നപ്പോ കെറ്റാഡിൻ ആദ്യം ഇത് ചെയ്തു, ഇഞ്ചെക്ട് ചെയ്തു. അപ്പൊ ആൾക്ക് ഒരു നോർമൽ, ആള് സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. ഒരു ബോധം പോവുകയോ, ഒരു കെറ്റാഡിൻ അടിച്ചാൽ അത്ര ഡോസാണ്, അതെല്ലാവർക്കും അറിയാം. ഇത്ര മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ ആവുമായിരിക്കും. ഞാൻ നേഴ്സല്ല, ഞാനൊരു ടീച്ചറാണ്. അപ്പോ അന്ന് ഓർമ്മ പോകാത്തത് കൊണ്ട് പിന്നെ വീണ്ടും അപ്പൊ തന്നെ ഒരു ഇഞ്ചക്ഷനും കൂടി അവള് കൊടുത്തു. അപ്പൊ ഇവൻ തലാല് മരണവെപ്രാളത്തില് അലറി കഴിഞ്ഞപ്പോ ഇവൾക്ക് ആകെ ഭയം ജനിച്ചു. ഒരു സ്ത്രീ എന്ന നിലയിൽ അവളുടെ പ്രായം കണക്കിലെടുത്ത് ഞാൻ അതിനെ പരിഗണിക്കുന്നു. അത് പറഞ്ഞപ്പോ അവൾക്ക് ഭയം വന്നപ്പോ ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് അൽപ്രാക്സ് എടുത്ത് കഴിച്ചപ്പോ അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ നീ BP നോക്കിയിരുന്നോ, എങ്ങനെയാണ് ആള്, പൾസ് ഉണ്ടായിരുന്നോ, ശ്രദ്ധിച്ചിരുന്നോ എന്ന് ചോദിച്ചു. പൾസ് ചെറുതായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഓ ശരി, അപ്പൊ നീ കൊന്നു എന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവാ, അപ്പൊ നീയാണോ ഇത് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ അവിടെ ഇരിക്കുകയാണ്, ആകെ ഡെസ്പായി. അല്ലെങ്കിൽ ആ 2 അൽപ്രാക്സ് കഴിച്ചതിന്റെ പേരിൽ അവള് 2 കഴിച്ചിരുന്നു. ഒരെണ്ണം കഴിച്ചതിന്റെ മേലെ ഒരു അൽപ്രാക്സും കൂടി കഴിച്ചു. അപ്പോ അതിന്റെ പേരിൽ അവള് സിറ്റായി പോയി, അവിടെ ഇരുന്ന് പോയി. അപ്പോ ഹനാനെ വിളിച്ചപ്പോ ഹനാൻ വന്നിട്ട് പറഞ്ഞു, അത് ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഇതാണ് അവളുടെ വാക്കാണ്. അത് കഴിഞ്ഞപ്പോ പിന്നെ ഇവള് ആകെ ഒരു അബ്നോർമൽ സ്റ്റേജിലേക്ക് പോകണമെന്ന് വെച്ചാൽ അൽപ്രാക്സിൻ കഴിച്ചവർക്ക് അറിയാൻ പറ്റും. 2 കഴിച്ചു നോക്കുക പരിചയം വേണമെങ്കിൽ. അപ്പൊ അറിയാൻ പറ്റും ആ സ്ത്രീയുടെ ഒരു ഭയമുള്ള ഒരവസ്ഥ, ഒരാളുടെ മരണപ്പെട്ടു എന്ന് ഉൾബോധം വിശ്വസിപ്പിക്കുന്ന ഒരവസ്ഥയും പിന്നെ ഈ മരുന്നും ഇതും രണ്ടും കൂടിയാകുമ്പോൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഒരവസ്ഥയെ ചിന്തിച്ചു നോക്കുക. അതിനോട് ഞാൻ യോജിക്കുന്നു, അനാവസ്ഥയെ. അപ്പൊ അവള് അവിടെ ഇരുന്നു. അപ്പൊ ഹനാനാണ് പിന്നെ ഇതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്കണത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ഹനാനാണ് ആളെ പീസാക്കിയെന്നുണ്ടെങ്കിൽ പിന്നെ നീ എങ്ങനെ കൊലപാതകയാവും? ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. എനിക്കതിൽ സത്യം ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അന്ന് സോഷ്യൽ മീഡിയയിൽ ഈ ലൈവ് വരികയും
അന്ന് സ്റ്റേക്ക് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമം നടത്തുകയും ചെയ്തത്. അപ്പൊ അതിനുശേഷം ഇവള് പറഞ്ഞത്, അപ്പൊ അതിനുശേഷം എന്തുണ്ടായി എന്ന് ചോദിച്ചപ്പോ ഈ കവറ് ഉണ്ടല്ലോ, ചാക്ക്, നമ്മള് ചാക്ക് എന്ന് പറയുന്നത് അവിടെ പ്ലാസ്റ്റിക് കവർ എങ്ങനെയാണ് ഓക്കെ. വിദേശ രാജ്യങ്ങളിൽ വലിയ കറുത്ത ഒരു കീസാണ് കിട്ടാം. അപ്പൊ അതിലാക്കി എന്നാണ് പറയുന്നത്. എന്നിട്ട് അവര് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് സഹായിക്കാൻ എടുത്തിട്ട് പോകുന്നില്ല. അപ്പൊ സഹായിക്കാൻ പറഞ്ഞിട്ട് ഇവളും കൂടി ചെന്ന്, അപ്പൊ ഒരു ചാക്ക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു, ഒരു ചാക്ക് കാണുമ്പോൾ ഒരു വ്യക്തിനെ അതിൽ ഇടുക എന്നുള്ള ഒരു ബോധം മാത്രമേ തോന്നിയിട്ടുണ്ടാവുള്ളൂ. കാരണം അതിൽ എന്താണ് പീസാണോ എന്ന് ചിലപ്പോൾ ഇവള് കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അന്നത്തെ രീതി വെച്ചിട്ട് പിന്നെ വാച്ച്മാനും പറഞ്ഞത് ചാക്കിലാക്കി കൊണ്ടുപോവുക എന്നൊരു വാക്കാണ്. അപ്പോ ഇത് വെച്ച് ഇവളെ കൊണ്ട് ഇവളുടെ ഈ നോർമൽ അവസ്ഥയിലും അവളത് വിശ്വസിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് സഹായിച്ചു, കൊണ്ടുപോയിട്ടു. എന്നിട്ട് ഹനാൻ എന്ത് ചെയ്തു? ഹനാൻ ഇവളോട് പറഞ്ഞു, ഒരു മാസം മാറി താമസിക്കും, ഒരു മാസം എന്നല്ല, ഇവിടുന്ന് മാറി താമസിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എത്ര നാള് ഇവിടുന്ന് മാറി താമസിച്ചു? ഒരു മാസത്തോളം ചേച്ചി താമസിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് എന്തായാലും തെറ്റായി പോയി, നമ്മള് ഇവളുള്ളത് കൂടി പറയേണ്ടതായിരുന്നു, നമ്മളെ ഭാഗത്ത് പറയേണ്ടത്, നമ്മുടെ തെറ്റ് അംഗീകരിക്കണം, നിനക്ക് ആവശ്യമുള്ള ശിക്ഷ നീ അർഹിക്കണതാണെങ്കിൽ അത് കിട്ടണം. പക്ഷെ കൊലപാതകം ചെയ്തു എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ എന്റെ ഹനാനെ ഉൾപ്പെടുത്താതിരുന്നേന്ന് വെച്ചു. ഹനാൻ പറഞ്ഞു, സുഹൃത്തായതുകൊണ്ട് അവളുടെ പേര് ഒരിക്കലും പറയരുത് ഇപ്പോ, കാരണം അത് പിന്നീട് ഒരു പ്രശ്നമാവണ്ടാന്ന് വെച്ചിട്ട് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു എന്തോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് തെറ്റായിപ്പോയി, അവളെ കൂടി ഉൾപ്പെടുത്തേണ്ടതായിരുന്നു, അതാണ് ഇപ്പൊ തെറ്റ്. അതെ, മൊഴി പ്രകാരം ഇവൾ തന്നെ ചെയ്തു, നിമിഷപ്രിയ തന്നെ ചെയ്തു എന്നുള്ളൊരു ആംഗിളിൽ വന്നു നിന്നു. അപ്പൊ നിമിഷപ്രിയക്ക് ഇനി രണ്ടാമത് അതിനുശേഷം ഒരുപാട് പ്രഷർ, കുറെ മാസങ്ങളോളം പ്രഷർ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ 108 കഷ്ണങ്ങളായി ഇന്ന് മീഡിയാസ് പ്രചരണങ്ങളൊക്കെ ഉണ്ടാക്കി. നമ്മുടെ മലയാള ചാനലിന്റെ ഏറ്റവും വലിയ ദുഷിച്ച പേരാണത്, നുണ. അപ്പോ ആ ഒരു നുണപ്രചരണത്തിൽ നിന്ന് ഒരു ജീവനാണ് ഇപ്പൊ നഷ്ടപ്പെടാൻ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയല്ല സംഭവിച്ചേക്കുന്നത്. അതിൽ എത്ര കഷ്ണം ഉണ്ടെന്ന് പോലും അറിയില്ല, അറിയാത്ത കാര്യങ്ങളാണ് ഇവിടെ പ്രചരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ തലാലിന്റെ ആൾക്കാര് നമ്മുടെ വാർത്താ ചാനലുകൾ കാണുന്നുണ്ട്, നമ്മുടെ കമന്റ്സ്, നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇവൾക്ക് എതിരായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയില്ല എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ഈ ഇത്രയും വലിയ ലോകത്ത് അവരിതൊക്കെ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കമന്റ്സുകൾ ഇടാൻ, ചർച്ചകൾ ചെയ്യുക, അവൾക്ക് പോസിറ്റീവ് വരുന്ന രീതിയിൽ. ഇതാണ് കൃപ മരിയയ്ക്ക് നിമിഷപ്രിയയുമായി ഉള്ള സംഭാഷണങ്ങളിലൂടെ മനസ്സിലായ കാര്യം. ഇൻജക്റ്റ് ചെയ്യുന്നു, പക്ഷേ ആ മൃതദേഹം കഷ്ണങ്ങളായി വെട്ടിമുറിക്കുന്നതും അതുപോലെ ഇത്തരത്തിൽ ഒരു മാസം മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നതും ഒക്കെ ഹനാനാണ്. അപ്പോൾ നിമിഷപ്രിയ മാത്രമല്ല ഇതിൽ കുറ്റവാളി എന്ന് വരികയാണ്. ഇപ്പോൾ സാമുവൽ ജെറോമിലേക്ക് കൂടി ഒന്ന് പോകുകയാണ്. ശ്രീ സാമുവൽ ജെറോം, ഇപ്പോൾ കൃപ മരിയ പറഞ്ഞ കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾ നേരത്തെ അങ്ങേക്ക് കേട്ടറിവുള്ള കാര്യമാണോ? I totally differ with what Maria says. See, I'm here fighting for Nimisha, but on the other hand, we have to take into consideration there has been a life lost. People have to understand that very clearly. There has been a life lost. Their family has lost their brother, their father, and you know, a family member has been lost. Now we need to understand this very clearly. Now I'm giving you the facts. Yes. In 2017, Nimisha was brought from southern side jail to the northern part. I don't want to go into details. This was done by the family themselves, the victim's family themselves, because in the south side, this trial was not going to be tried. So the family spent all the money, did all the legal, and legally they were bringing her. And the first time, I mean, how did a Yemeni social worker called me and asked my help. That is how I got involved into that. Then I sent a message to General VK Singh on WhatsApp, and he called me and he asked me what to be done. I said that this lady has to be brought to due legal thing. Then because of the government, our Indian government gave a letter, and that letter was given to the Al-Houthi government, and she was brought to Sana for legal, and that's why she is alive. So having said that, the first time Nimisha called me, the first time, and the first word she told me was, na avana konnu kalanju. This is the first word she told me. I told her, please, I am here to help you. I don't care. I am not a God to judge you. I don't care whether you did it or you did not do it. That's not my problem. But however, whatever you want to write it. And there is a 14-page letter which Nimisha wrote, which in 2017 I published it through Manorama.
I have still have the copy. If people want, I can give. Now, let's come to the facts. Okay, I've already, I've gone through all the police reports. I've in depth, straightly spoken with Nimisha, and it is clear and evident. It is so. I'm setting the stage clearly right. It is a very heinous crime. Now, why would a Yemeni go and kill their own person to support an Indian? Just this is the story is very nice, like for movie, but that is not the fact. What happened? You have to understand that. Not only that. When she escaped to Sana, she intentionally went to the uncle's house. She came on a car and she went to uncle's house, but she did not go into the house. She went to another house. When police investigated, they took the uncle. This uncle did not even know what happened. The uncle of Talal's family. They put him in jail for 3 months. So she was, I'll tell you something. People have to understand. She was, this was an hardened criminal act. People have to understand this. But why am I don't want an Indian to die in a foreign land. So I'm just getting into this. But the facts should not be mingled. Facts should not be the thing. And the father, when I went to ask pardon from the father, he said, whenever she comes to my house, the father means, the father-in-law, Talal's father, he said, here it's a very big tradition. They cut a bull whenever, which means that's a very big ceremony. So whenever she came to that house, they cut the bull and they celebrated it. She was like a queen in that house. And I've confirmed legally with legal sources, her marriage to Talal was a legally done marriage. So even in the court it has been proved and all those things. Some of the documents that I don't want to go into details, but the marriage was a legal marriage with the consent of Nimisha. So people have to understand, these are the facts. I'm putting it. I'm here to support Nimisha and to save her. But the facts cannot be misread here, because everywhere in India people are talking bad about that Talal's family. No, you have to understand, they are the first victims. So we have to keep the things right, and then we can have this discussion. Yes. കുറ്റകൃത്യം ആര് ചെയ്താലും അത് കുറ്റം തന്നെയാണ്. അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കലോ സാധൂകരിക്കലോ അല്ല. കൃപാമരിയ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത് അവരുടെ നിമിഷപ്രിയ പറഞ്ഞ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ സമയത്ത് ഈ സംസാരമൊക്കെ നടക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ കൃപാമരിയ പുറത്തുവിടുന്ന ഒരു സാഹചര്യമുണ്ടായി. താങ്കൾ പറഞ്ഞതെല്ലാം നിരാകരിക്കുകയാണ് സനായിലെ സാമൂഹ്യ പ്രവർത്തകനായ സാമുവൽ ജെറോം. താങ്കളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഇക്കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള തെളിവുകൾ നിമിഷപ്രിയ താങ്കൾക്ക് കൈമാറിയിരുന്നോ? അത്തരത്തിൽ ഏതെങ്കിലും ഒന്ന് ഇപ്പോൾ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും വിധത്തിലുള്ള തെളിവുകൾ കൃപയുടെ കയ്യിലുണ്ടോ? ഇപ്പോൾ സാമുവൽ ജെറോം പറയുന്നതനുസരിച്ച് ആ വിവാഹത്തിൻ്റെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ വിവാഹം നിമിഷപ്രിയയുടെ സമ്മതത്തോടു കൂടി നടന്നു എന്നാണ് സാമുവൽ ജെറോം പങ്കുവെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് എനിക്ക് പറയാനുള്ളത്, അന്ന് നിമിഷപ്രിയ എനിക്ക് ഈ പറയുന്ന സാമുവൽ സാർ പറയുന്ന ഡോക്യുമെന്റ് എനിക്കും അയച്ചു തന്നിരുന്നു. അപ്പൊ അവള് പറഞ്ഞത് നിർബന്ധിച്ച് ടോർച്ചറിങ് ഉള്ളതാണ്. ഞാൻ പറഞ്ഞു അന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ കല്യാണം കഴിപ്പിച്ചു എന്ന് പറയുന്നു. കല്യാണം കഴിപ്പിക്കുന്ന അവരുടെ ഇതില് നമ്മള് ഹാൻഡ് കൊടുത്താണ് അവര് എന്തോ പ്രയർ ചെയ്തിട്ടാണ് ഇസ്ലാം സഹോദരങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അവള് പറഞ്ഞു നിർബന്ധിച്ച് എവിടെയോ ഒപ്പിടിച്ചു. പിന്നെ അവൾക്ക് ഡൗട്ടായിട്ട് അവളത് സെർച്ച് തുടങ്ങി, ഇത് എന്താണെന്ന് അറിയാൻ. ഭാഷയുടെ പ്രശ്നങ്ങളുണ്ട്, പുതിയ ഒരു സംസ്കാര ഭാഷ പഠിച്ചെടുക്കാൻ എന്താണെന്ന് അറിയാതെ പെട്ടുപോയി കിടക്കുന്ന ഒരവസ്ഥ. അതിൽ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഒരാളെ കൊല്ലുമെന്ന് ഭീഷണി വന്നു കഴിഞ്ഞാൽ ആരായാലും ചെയ്തു പോകുന്ന ഒരു ഒപ്പിന് വില ഇത്രയുണ്ടെന്ന് ഉള്ളത് അറിയാൻ പാടില്ലായിരിക്കുന്നതാണ് എൻ്റെ ഒരു കാരണവശാലും ഒരു കുട്ടി ഭർത്താവ് ഇരിക്കില്ല വേറൊരു പുരുഷനെ ആഗ്രഹിക്കുകയോ അങ്ങനെ പോകാൻ സാധ്യതയില്ല, പ്രത്യേകിച്ച് ഒരു കുഞ്ഞു മോളും ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് എനിക്ക് അതിനോട് ഒരു യോജിപ്പില്ല. കാരണം ആ കുട്ടി എനിക്കത് കാണിച്ചു തന്നു, നിർബന്ധിച്ചാണ് എവിടെയൊക്കെ ഒപ്പിടിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് കൃപ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. കൃപയുടെ ബോധ്യം എന്ന് പറയുന്നത് നിമിഷപ്രിയ പങ്കുവെച്ച എന്ന് പറയുന്ന ചില കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കറിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ,
ഇപ്പോൾ വലിയ ഇടപെടലുകൾ നടക്കുന്നുണ്ട് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ തന്നെ വധശിക്ഷ ഒന്ന് മാറ്റിവെച്ചു എന്നതേ ഉള്ളൂ, അത് റദ്ദാക്കാനായിട്ടില്ല. നമുക്കറിയാം യമനിലേക്ക് ഒരു സാഹചര്യം വളരെ ഡിഫറൻ്റ് ആണ്. ഒരു സർക്കാർ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരില്ല, അങ്ങനെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയില്ല, ഹൂതി വിമതരുടെ ഒരു രാജ്യമാണ് അത്. അവിടെ നിയതമായ നിയമങ്ങൾ തന്നെ ഇല്ല എന്ന് വേണം പറയാൻ. എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്ന മധ്യസ്ഥ ശ്രമങ്ങളെ താങ്കൾ നോക്കിക്കാണുന്നത്? നീലിമ, ഇതില് ഏറ്റവും അടിസ്ഥാനപരമായി നാം കാണേണ്ടത് ഈ മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ തന്നെ നിമിഷയുടെ മോചനത്തിന് വഴിവെക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക എന്നുള്ളൊരു സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ ഇടപെടലുകൾ അല്പകാലത്തേക്ക് ഇപ്പോ വധശിക്ഷ മാറ്റിവെക്കപ്പെട്ടു. സ്വാഭാവികമായി എന്നെ പോലുള്ള ആളുകൾ വധശിക്ഷയെ ഒരു രാജ്യത്തും നടപ്പിലാക്കാൻ പാടില്ല എന്ന് കരുതുന്നവരും അതിനുവേണ്ടി വർത്തമാനം പറയുന്ന ആളുകളുമുണ്ട്. വധശിക്ഷ ഒന്നിന്റെയും പരിഹാരമല്ല എന്നുള്ളതാണ്. ഇതില് നിമിഷപ്രിയയുടെ സംബന്ധിച്ച് വന്നിട്ടുള്ള കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുകയും അതിൽ വന്നിട്ടുള്ള തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ വേണം നമുക്കിപ്പോ കരുതാൻ. കാരണം ഇപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ കേരളത്തിൽ നടക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളും അതുപോലെ മുഖ്യധാരാ മാധ്യമങ്ങളും ഒക്കെ നടക്കുന്ന ഇടപെടലുകളും വർത്തമാനങ്ങളും വളരെ കൃത്യമായി തലാലിന്റെ കുടുംബം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇന്ന് തലാലിന്റെ സഹോദരൻ BBC-ക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അത് വലിയ അപകടം പിടിച്ച ഒരു സാഹചര്യത്തിലേക്ക് വിരൽ ചൂണ്ടും. അവരിപ്പോഴും ഈ ദയാമണി വാങ്ങിക്കൊണ്ട് ഒരു തരത്തിലും ഈ കേസ് സെറ്റിൽ ചെയ്യാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നില്ല. കാരണം തലാലിന്റെ കുടുംബം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ശ്രീ സാമുവൽ ജെറോമിനൊക്കെ കുറച്ചുകൂടി വ്യക്തതയോടുകൂടി അറിയാൻ കഴിയും. അവർ വലിയ അത്യാവശ്യം സമ്പന്നരായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ്. അവരുടെ കുടുംബത്തിൽ ഒരു അംഗം നഷ്ടപ്പെട്ടതിന്റെ വേദന അവർക്ക് ഒരു തരത്തിലും അതിലേത് സാഹചര്യത്തിലാണെങ്കിലും അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നൽ തന്നെയാണ് എനിക്കുള്ളത്. അത് തന്നെയായിരിക്കും ഏതൊരു മനുഷ്യനാണെങ്കിലും ആ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയായിരിക്കും വരുന്നത്. അപ്പൊ ആ സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഇപ്പോ ആദരണീയനായ ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഒക്കെ സജീവമായ ഇടപെടൽ കൊണ്ടൊന്ന് നീട്ടിവെക്കാൻ കഴിഞ്ഞു. ഒരുപക്ഷെ അത് നീട്ടിവെക്കുന്നത് മാത്രമല്ല, ഒരുപക്ഷെ ഇന്ത്യ ഗവൺമെന്റിന്റെയും സംയുക്തമായി നടത്തുന്ന എല്ലാ ഇടപെടലുകളും നിരവധി ലോകത്താകമാനമുള്ള നിരവധി സാമൂഹ്യ പ്രവർത്തകർ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. പക്ഷെ ഒരുപക്ഷെ ആ പ്രതീക്ഷ എന്ന് പറയുന്നത് വധശിക്ഷ ഒഴിവാക്കി കൊടുത്തുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടും എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ ഉള്ള ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. കാര്യം ഇസ്ലാമിക നിയമം അനുസരിച്ചും ഊദികളെ സംബന്ധിച്ച് അവിടുത്തെ ശരീഅത്ത് നിയമം അനുസരിച്ചും ഒരുപക്ഷെ അവർക്ക് വധശിക്ഷ മാറ്റിവെക്കാൻ കഴിയും. പക്ഷെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട സാഹചര്യം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ഒരുപക്ഷെ ജയിൽ ശിക്ഷ ഒഴിവാക്കി പോയാൽ പോലും അത് ഒരു കുറ്റവാളിയാണെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടായേ മതിയാകൂ എന്നുള്ളത് കരുതുന്നു. എനിക്ക് തോന്നുന്നു ശ്രീ സാമുവൽ ജെറോമിന് എന്തോ പറയണമെന്ന് കൂട്ടിച്ചേർക്കണമെന്ന് തോന്നുന്നു. അദ്ദേഹത്തോട് ആ കാര്യം ചോദിക്കുന്നതിനോട് ഞാൻ വഴങ്ങുകയാണ്. ഓക്കെ, ശ്രീ സാമുവൽ ജെറോം, അങ്ങക്ക് എന്താണ് ഇക്കാര്യത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്? No, I just wanted to add what Sir is saying. Actually, here in Yemen, that either jail. That rule does not allow in Yemen. Once either she has to be executed or she has to be released. If the family is willing to forgive, then she will be released completely. So that is what it is. Then because these things we have discussed several times, unlike other countries, here in Yemen it is little bit different. Here there is no if they forgive, then she will be ready to only then there are small formalities with the government and she will be released and she can go home. Sorry sir, sorry to interrupt. Sorry. Okay. No, you said it correct. You said it correct. Yes. We need to leave. തലാലിന്റെ കുടുംബം ആ ദയാധനം സ്വീകരിച്ചുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസൈനിലേക്ക് പോവുകയാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇവിടെ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. ഇത് വലിയ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്. നിമിഷപ്രിയയുടെ കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കൊലപാതകത്തെക്കാൾ വലുതായി ആ കുടുംബത്തെ, ആ രാജ്യത്തെ അങ്ങേയറ്റം പ്രകോപിതമാക്കിയ സംഭവം എന്ന് പറയുന്നത് ആ മൃതദേഹം പല കഷ്ണങ്ങളായി വെട്ടിമുറിക്കപ്പെട്ടു. അത് ഇസ്ലാമിക നിയമമനുസരിച്ച് വളരെ വലിയൊരു ക്രൈമായാണ് കരുതപ്പെടുന്നത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ശരീഅത്ത് നിയമം അനുസരിച്ച് നിമിഷപ്രിയയുടെ മുന്നിൽ ഇപ്പോഴുള്ള കാര്യങ്ങൾ എന്താണ്? നമ്മുടെ ഇടപെടലുകൾ എത്രത്തോളം ഫലപ്രദമാകും? ഈ വിഷയത്തിൽ ഇപ്പോൾ
ഇവിടെ കുറെ കാര്യങ്ങൾ ഇവിടെ പറയുണ്ടായി. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിമിഷ ഇവിടെ ഏർപ്പെട്ടു എന്ന് പറയുന്ന ഒരു കുറ്റകൃത്യം, അതിന്റെ ശരി തെറ്റുകൾ അതിനെക്കുറിച്ച് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ നമ്മളുടെ വിഷയം ആ ഒരു വധിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഡെത്ത് സെന്റൻസ് എന്ന് പറയുന്ന സംഗതിയിൽ നിന്നും ആളെ എങ്ങനെ രക്ഷിക്കാം, ഇതാണ് ഇപ്പൊ ഇവിടെ ചർച്ച. അതിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ അതിനോട് നമ്മൾ വിയോജിക്കുകയാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഡെത്ത് സെന്റൻസ് പാടില്ല എന്ന് തന്നെയാണ് നമ്മളുടെ ഒരു കാഴ്ചപ്പാട്. അതൊരു ആധുനിക മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നു. ഡെത്ത് സെന്റൻസ് അതിനിപ്പോ സെക്യുലർ നിയമത്തിന്റെ കീഴിലായാലും ശരി, മത നിയമത്തിന്റെ കീഴിലായാലും ശരി, അതിനെതിരാണ്. കാരണം നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത് ഒരു റെസ്റ്റോറേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേറ്റീവ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു മോഡലാണല്ലോ നമ്മൾ ഇന്ന് കൈക്കൊള്ളുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് വളരെ പ്രാകൃതമായ ഒരു തരത്തിലുള്ള ഈ പറയുന്ന റിട്രിബ്യൂഷൻ എന്ന് പറയുന്ന രീതിയിൽ, പകരം വീട്ടുക എന്ന് പറയുന്ന രീതിയിൽ വരുന്ന ഒരു തരം നീതി നടപ്പിലാക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അതിന്റെ ഇരയാണ് സത്യത്തിൽ നിമിഷ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിന്റെ മുന്നിൽ നമുക്ക് ഇവിടെ പറയാനുള്ളത് ആ വധശിക്ഷ ഒഴിവാക്കി കിട്ടുക, പിന്നെ എന്ത് എന്നുള്ളതാണ് പിന്നത്തെ ചോദ്യമായിട്ട് വരുന്നത്. അപ്പൊ ഇനിയിപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങളുടെ ഒരു അന്തിമ ഫലം അത് മോചനമാണോ എന്നുള്ള സംഗതി ഇവിടെയാണ് നമ്മൾ ഇസ്ലാമിന്റെ നിയമത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടതായിട്ട് വരിക. ഇസ്ലാമിലെ നിയമം ഇവിടെ പറഞ്ഞതുപോലെയും നേരിട്ട് കണ്ട ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ അത് പറയുന്നതിൽ വലിയ കഴമ്പുണ്ട് തോന്നില്ല. എന്നാലും ഞാനൊന്ന് പറയാണ്. കാരണം ഇവിടെ രണ്ട് രീതിയിലാണ് ഇത് അഫക്റ്റ് ചെയ്യുക. ഒന്ന്, ഇവിടെ കൊല്ലപ്പെട്ടതൊരു മുസ്ലിമും കൊല ചെയ്ത ഒരു അമുസ്ലിമും ആകുമ്പോൾ അതിന്റെ നിയമം നടപ്പിലാക്കുക എന്ന് പറയുന്നത് അതൊരു വെറും നിയമം നടപ്പിലാക്കുന്നു എന്നതിനും അപ്പുറത്തേക്ക് ഇതൊരു അവരുടെ ഒരു ഓണറിന്റെ ഒരു വിഷയം കൂടിയായിട്ടാണ് ഇത് അവർ കണക്കാക്കുക. അത് ഇതിനകത്തൊരു വലിയ ഫാക്ടറാവും. ഇത് നമ്മൾ എത്രത്തോളം ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ ഇതൊരു വലിയ ഫാക്ടറാണ്. പല കാര്യങ്ങളും ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് കാരണമാകുന്നത് ഈ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ്. അവിടെയാണ് ഇത് പ്രസക്തമാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് ഇത് ഫ്രീ ചെയ്താൽ പോലും അത് സ്വീകരിക്കാതിരിക്കാനുള്ള സാധ്യതയും അവിടെ ഉണ്ട്. കാരണം ഇത് അവരുടെ ഓണറിനെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഫാമിലിയിൽ ഇനി അത് ആക്സെപ്റ്റ് ചെയ്താലും അവരുടെ ചുറ്റുമുള്ള ആളുകൾ ഇതിനെ എതിർക്കുകയും ഇവർ ഒറ്റപ്പെടുത്തുകയും ഇങ്ങനെയുള്ളൊരു വിഷയം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് വലിയൊരു പ്രഷറാണ് ഈ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം. അവരെത്രമാത്രം ഇതിനോട് അനുകൂലമായിട്ട് നിൽക്കുന്നു എന്ന് വന്നാൽ പോലും അവരെ എതിർക്കുന്നത് സത്യത്തിൽ ഈ പറയുന്ന ഒരു ഉമ്മത്തിന്റെ പ്രഷർ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നം. ഇനി ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്, വളരെ ഏർലി ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണ് നമ്മൾ ഇന്നലെയൊക്കെ കണ്ടത്. അത് വളരെ അരോചകമായിട്ടുള്ള ഒരു സംഗതിയാണെന്ന് പറയാതെ നിവൃത്തിയില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന ആളുകൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇതിന്റെ പിന്നാലെ നടക്കുന്നത് എന്ന് നമ്മളിവിടെ ഓർക്കുക. ഈ ഒരു പറഞ്ഞ കാര്യം നടപ്പിലാക്കാൻ വേണ്ടി അത് എന്ത് കാരണം കൊണ്ടും ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യുന്ന വേളയിൽ ഇതിനകത്തൊരു ഏർലി ആയിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഹണ്ടിങ് ഇവിടെ നടക്കുമ്പോൾ ഇതിനകത്ത് കൺസേർട്ടഡ് ആയിട്ട് ഒരു സെക്യുലർ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ചെയ്യാവുന്നതിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നു. കാരണം അവിടെ ഒരു ഒഫീഷ്യൽ ഗവൺമെന്റ്, ഒരു ഡിഫാക്ടോ പവറായിട്ട് പോലും നമുക്ക് അംഗീകരിക്കാത്ത തലത്തിലാണ് അവിടുത്തെ ഭരണകൂടം എന്നുള്ളത്. ആ ഒരു ഘട്ടത്തിൽ നമ്മളാലാവുന്ന രീതിയിലുള്ള പ്രഷറൈസേഷൻ വഴി നമ്മളൊരു കാര്യം ചെയ്യുന്നു, അതിനു വേണ്ടിയിട്ടുള്ള ആളുകൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതുപോലെ ഒരു ഏർലി സെലിബ്രേഷനിലേക്ക് വരും, ഒരു ക്രെഡിറ്റ് ഹണ്ടിങ് അവിടെ നടക്കുമ്പോൾ അത് സത്യത്തിൽ വഴി തെറ്റിച്ച് വിടുകയാണ് ചെയ്യുന്നത്. ആ പറയുന്ന ആ കുടുംബം ഏതെങ്കിലും വിധേന ഇതിനോട് അനുകൂലമായി വരാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ടെങ്കിൽ പോലും അതിനെ പോലും നശിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇത് കൊണ്ടെത്തിയിരിക്കുന്നത്. ഇതാണ് ഇതിൽ സംഭവിക്കുക. അപ്പൊ ഈ പ്രഷർ ഒരു വശത്ത് അവർ ഓവർകം ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ തന്നെ ഈ പറയുന്ന ഈ ബ്ലഡ് മണിയിലേക്ക് പോവുക എന്ന് പറയുന്ന പ്രഷർ ഓവർകം ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് ഈ പറയുന്ന ആഘോഷം അവരെ കൊണ്ടെത്തിക്കുന്നത് ആ ഫാമിലിയെ വിക്ടിമൈസ് ചെയ്യാനും ആ പറയുന്ന കൊല്ലപ്പെട്ട വ്യക്തിയെ അവിടെ വളരെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ ഇത് വഴിവെക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനുള്ള സാധ്യതകൾ കുറയാണ് ചെയ്യുക. അപ്പൊ എന്റെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഇനിയെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ ഒരു സംയമനം പാലിക്കണം. ഇതിനകത്ത് നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആവണം, റെസ്പോൺസിബിൾ ആകണം നമ്മൾ എന്നതാണ് പറയുന്നത്. കാരണം നമ്മൾ ഹൂത്തികളെ പോലെ ഏതെങ്കിലും വിധേന ഇത് പറയുന്ന ഇങ്ങനെയല്ല നമ്മൾ ഇത് ചെയ്യേണ്ടത്. മീഡിയ ആണെങ്കിലും പബ്ലിക് പേഴ്സൺസ് ആയാലും ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്താ ഇവിടെ നമ്മൾ കണ്ടത്, സ്വന്തം ലെറ്റർ ഹെഡിൽ ലെറ്റർ അടിച്ചിട്ട് ഇത് എനിക്ക് കിട്ടി എന്ന് പറയുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് കാണുന്നത്. ഇതിന്റെയൊക്കെ എന്താ ആവശ്യമുള്ളതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സത്യത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത്, ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇന്ത്യ തോറ്റു, കാന്തപുരം ജയിച്ചു എന്നുവരെ പറഞ്ഞു വെക്കുന്ന ചില സ്റ്റേറ്റ്മെന്റ് ഒക്കെ കാണാനിടയായപ്പോൾ ഞാൻ അവിടെയാണ് സത്യത്തിൽ ഇതിലൊക്കെ നമ്മൾ ഇടപെടുന്ന ഒരു അവസ്ഥ വന്നത്. അങ്ങനെ പറയാൻ മാത്രം ചെയ്യുമ്പോൾ ഇതിപ്പോ ഒരു ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ അവസാനം 2 റൺ എടുത്ത ഒരാൾ ജയിപ്പിച്ചാല് ആ 2 റൺ എടുത്ത ആളാണ് ഈ പറയുന്ന കളി മുഴുവൻ ജയിച്ചത് എന്ന് വരുന്ന ഒരു തരത്തിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതൊരു എഫേർട്ടാണ്. ഇതൊരു രാജ്യത്തിന്റെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ അതിന് എന്തൊക്കെ സംഭവിച്ചാലും ഇന്ത്യ അതിനെ ഇറങ്ങിത്തിരിക്കും. ഏത് യുദ്ധമുഖത്താണെങ്കിലും ഒരാൾ അകപ്പെട്ടാൽ വിമാനം അയച്ചാണെങ്കിൽ പോലും അവിടുന്ന് രക്ഷിക്കാൻ കേൾപ്പുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിന്റെ ഇടയിൽ ഇതുപോലെ ഒരു കാര്യത്തിന് വേണ്ടി പോലും ഇറങ്ങിത്തിരിക്കുമ്പോൾ
അവിടെ അതിനെ നോക്കി കൊഞ്ഞനം കുത്തുന്ന പരിപാടിയല്ലേ സത്യത്തിൽ ഇന്നലെ നമ്മൾ കണ്ടത്. അവിടെയാണ് നമ്മൾ ഇതിനെ കുറിച്ച് പല കാര്യങ്ങളും നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത്. ഇപ്പൊ ഈ കാന്തപുരത്തിന്റെ വിഷയം ഞാനൊന്ന് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു വ്യക്തിയെ മാത്രം അവിടെ പ്രൊമോട്ട് ചെയ്ത് ഒരു ഗ്ലോറിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ അവിടെ കാണിക്കുന്ന എന്താണ്, അവിടെ ഒരു ഇന്ത്യയുടെ ഒരു പ്രതിനിധി എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു മത നേതൃത്വം അവിടെ ഇടപെടുന്നു എന്ന രീതിയിലേക്ക് വരെ അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അതിനെയൊക്കെ ആ രീതിയിലേക്ക് വളച്ചുകൊണ്ട് പോകുമ്പോൾ ഇത് കൊടുക്കുന്ന മറ്റു പല സന്ദേശങ്ങൾ വേറെയുണ്ട്. അതെന്താണ്, ഇവർ തമ്മിലുള്ള അന്തർധാര എങ്ങനെ എന്നുള്ളതും ഇത് തിരിച്ചുമായിക്കൂടെ, ഒരാളെ തട്ടിക്കളയാൻ വേണ്ടി പറയാനെങ്കിൽ അതും ഇവർക്ക് ആകും എന്നുള്ളൊരു സന്ദേശം കൂടിയല്ല അവിടെ വരുന്നത്. അതേപോലെ കാരണം ഞാനത് പറയുന്നത്, നമ്മളുടെ ഇടയിലുള്ള എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവര് മതവിമർശനം നടത്തി എന്നതിന്റെ പേരിൽ അവരെ ജയിലിലിടാൻ വേണ്ടി കള്ളക്കേസ് കൊടുത്ത് ഇതേപോലുള്ള മതപണ്ഡിതരുടെ ഒത്താശയോടുകൂടി പല ആളുകളെയും ജയിലിലിടാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയത് നമ്മളുടെ അറിവിലുള്ളതാണ്. അവരെ രക്ഷിക്കാൻ വേണ്ടി ഓടി നടന്നിട്ടുള്ള ആളാണ് ഞാൻ. അതിനു വേണ്ടിയിട്ട് ഓടി നടക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്കാണിത്. കാരണം അതിന് ഒത്താശ ചെയ്തത് ഇതേപോലുള്ള മത നേതൃത്വങ്ങളാണ്. അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയുടെ കഥ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് ആ സംഗതി നടക്കാൻ നേരത്തും ഇതേപോലെ എന്നാ അവനെ പുറത്ത് വിടരുത്, അവനെ പൂട്ടണം എന്ന് പറയാനും ഇതേപോലെയുള്ള ആളുകൾക്ക് സാധിക്കും എന്നത് ഇവിടെ ബലപ്പെടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെക്കുന്നത്? നമ്മൾ കുറ്റകൃത്യത്തോട് ചേർന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ അതിനെ കുറ്റവാളികളെ രക്ഷിക്കാനോ നമ്മൾ നോക്കണ്ട, നിരപരാധികളെ കുറ്റവാളികളാക്കാനും നമ്മൾ നോക്കണ്ട. പക്ഷെ ഇത്തരത്തിലൊരു ജീവൻ മരണ പോരാട്ടം ഇവിടെ നടക്കുമ്പോൾ ഒരു കത്തിയുടെ മുന്നിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആകണം. അത് ഇന്നലെ നമുക്ക് നഷ്ടപ്പെട്ടു. ഇവിടെ അനാവശ്യമായ ചില ഗ്ലോറിഫിക്കേഷൻസ് നടന്നു. ഇവിടെ അത്യധികമായിട്ട് ഒരു ഹ്യൂമാനിറ്റേറിയൻ ഒരു ഗോൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഉയർത്തി വെക്കേണ്ടത് അവിടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. വധശിക്ഷ അത് ആരുടെ തന്നെയല്ല. ഇവിടെ ഇപ്പോൾ രാജീവ് ഗാന്ധി വധക്കേസിലുള്ള പ്രതികളെ പോലും നമ്മൾ ഇവിടെ വധശിക്ഷയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ എന്നിരിക്കെ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് അഹങ്കരിക്കാനുള്ള വഴി നമുക്കുള്ളപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ചില തീരുമാനങ്ങൾ എടുക്കുന്ന ഘട്ടത്തിൽ കുറച്ചും കൂടിയും ഒരു ബോധവും ചിന്തയൊക്കെ വേണ്ടതുണ്ട്. മാധ്യമങ്ങൾ അത്തരത്തിൽ ഒരു ശ്രദ്ധയും കൊടുക്കേണ്ടതുണ്ട്. ഇന്നലെ നമ്മൾ കേരളം അത് നശിപ്പിച്ചതായിട്ടാണ് എനിക്ക് അതിനകത്ത് കാണാനുള്ളത്. അതിൽ വളരെയധികം അസ്വസ്ഥനാണെന്ന് തന്നെ പറയാനാണ് എനിക്ക് പറ്റുള്ളൂ. യെസ്, ഞാൻ അങ്ങയിലേക്ക് എത്താം. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് കൂടി പോവുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, അങ്ങേയറ്റം സെൻസിറ്റീവായ ഒരു വിഷയമാണ്, ഒരു ജീവന്റെ പ്രശ്നമാണ്. അത് ഏത് കോണിൽ നിന്നുള്ള അപസ്വരം കൊണ്ടുപോലും ഇടപെടൽ കൊണ്ടുപോലും ആ ജീവൻ നഷ്ടപ്പെടരുത് എന്ന് കരുതിയാണ് വലിയ തോതിലുള്ള നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത്. സ്വാഭാവികമായും യമനുമായി നമുക്ക് നയതന്ത്ര ബന്ധമില്ല, ഒരു രാജ്യവുമായി നയതന്ത്ര ബന്ധം ഇല്ല. ഇറാനുമായി മാത്രമാണ് അവർക്കൊരു ഏതെങ്കിലും വിധത്തിൽ ഒരു ബന്ധമുള്ളത്. അത്തരത്തിൽ ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു രാജ്യം ഈ പെൺകുട്ടിക്ക് വേണ്ടി ആ രാജ്യത്തേക്ക് ആ ശിക്ഷയിൽ നിന്നും ഇളവ് നൽകാൻ വേണ്ടി, വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി വലിയ ഇടപെടലുകൾ നടത്തുമ്പോൾ ഇതൊക്കെ അങ്ങേയറ്റം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതല്ലേ? നീലിമ, തീർത്തും വളരെ ഡെലിക്കേറ്റായ, വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ് ഇപ്പോൾ പൊതുജനങ്ങളുടെ മുൻപിൽ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ഡിബേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഡിബേറ്റബിൾ പോയിന്റ് എന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യൻ പൗരന്മാർ അവരവരുടെ മനസാക്ഷിയോട് ചോദിക്കേണ്ട ഒരു വിഷയം എന്ന നിലയിൽ മാത്രമാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇവിടെ ഈ കേസിൻ്റെ നിമിഷപ്രിയ അബ്ദുൾ മഹദി തലാൽ എന്ന വ്യക്തിയെ കൊല ചെയ്തുവോ ഇല്ലയോ, അതിൻ്റെ സാഹചര്യങ്ങൾ, നാൾ വഴികൾ നിമിഷപ്രിയയുടെ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ അബ്ദുൾ തലാലിൻ്റെ പെർസ്പെക്റ്റീവിൽ കാര്യങ്ങൾ കാണുന്ന ഒരു രീതി മാറ്റിവെച്ചിട്ട് മെറിറ്റ് ടു ദ ഇഷ്യൂ, മെറിറ്റ് ടു ദ കേസ് പൂർണ്ണമായി മാധ്യമ വിചാരണയിൽ നിന്നും മാറ്റിവെച്ചുകൊണ്ട് വസ്തുതകൾ മാത്രം, പ്രത്യേകിച്ച് ഒരു രാജ്യമെന്ന നിലയിൽ, ഒരു ജനത എന്ന നിലയിൽ, മലയാളികൾ എന്ന നിലയിൽ ഒരു സമൂഹം എത്രത്തോളം ആർജവമാണ് ഈ വിഷയത്തിൽ കാട്ടിയത് എന്ന ഒരു പോസിറ്റീവ് സൈഡ് മാത്രം എടുത്തുകൊണ്ട് ഇതിനെ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നീലിമ. ഇവിടെ നോക്കൂ, യമൻ എന്ന രാജ്യം ഇന്ന് കടന്നു പോകുന്ന ഒരു അവസ്ഥ പല ഗ്ലോബൽ ഇൻഡൈസസിലും വളരെ താഴെയാണ് യമൻ്റെ സ്ഥാനം. അത് വസ്തുതാപരമായി അങ്ങനെയാണ്. ട്രാൻസ്പെറൻസിയുടെ കാര്യത്തിലാണെങ്കിലും, നിയമവാഴ്ചയുടെ കാര്യത്തിലാണെങ്കിലും, ക്രമസമാധാന നിലയുടെ കാഴ്ചയിലാണെങ്കിലും എല്ലാം തന്നെ യമൻ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാഴ്ചയാണ്. സൗത്ത് യമൻ, നോർത്ത് യമൻ രണ്ടായി ചിതറി നിൽക്കുന്നു. ഇപ്പോൾ സന എന്ന തലസ്ഥാന നഗരം ഹൂതികൾ നിയന്ത്രിക്കുന്ന നഗരമാണ്. വടക്കൻ യമൻ്റെ നിയന്ത്രണം ഹൂതികളുടെ കയ്യിലാണ്. അപ്പോൾ ആ ഒരു അൽ ഹൂതി നയിക്കുന്ന സർക്കാർ ഇന്ത്യയുമായി ഫോർമലായ നയതന്ത്ര ബന്ധം ഇല്ലാത്ത ഒരു പ്രദേശമാണ്. അപ്പോൾ ട്രാക്ക് 1 ഡിപ്ലോമസി ഒരു കാരണവശാലും ചിലവാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അതുകൊണ്ട് ഒഫീഷ്യൽ ഡിപ്ലോമാറ്റിക് ചാനൽസ്, വിദേശകാര്യ മന്ത്രാലയം അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒഫീഷ്യലി ഇടപെടാൻ ഒക്കുന്നതിന് ലിമിറ്റ്സ് ഉണ്ട്. അതാണ് ഒന്നാമത് പരിഗണിക്കേണ്ടത്. രണ്ടാമത് പരിഗണിക്കേണ്ടത് അവിടെ ഇപ്പോൾ നിലവിലുള്ള ഡിഫാക്ടോ സംവിധാനം, നിയമ സംവിധാനം, അത് വളരെ സങ്കീർണമായ ഒരു സംവിധാനമാണ്. അതായത് ശരീഅത്ത് അനുസരിച്ച് പ്രവർത്തിക്കുന്ന യമനിലെ ഒരു നീതിന്യായ വ്യവസ്ഥിതി. അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഗോത്ര സംസ്കാരം നിലവിലുള്ള ഒരു രാജ്യമാണ്. അല്ലെങ്കിൽ ആ പ്രദേശത്ത് അനേക ഗോത്രങ്ങൾ വസിക്കുന്നു. അബ്ദുൽ മഹദി തലാൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഗോത്രം, ആ ഗോത്രത്തിൻ്റെ താല്പര്യങ്ങൾ, അവിടെയുള്ള പൊതുജനാഭിപ്രായം, ഗോത്രമൂപ്പന്മാരുടെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഡിസിഷൻ മേക്കിംഗ്, ലീഗൽ പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട്, കേരളത്തിലിരുന്നു കൊണ്ടോ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ടോ നമുക്ക് സാധിക്കില്ല. ഒരുപക്ഷെ അത് സാമൂഹ്യ പ്രവർത്തകൻ സാമുവൽ ജെറോം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതേക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അഭിപ്രായം പറയുന്നത്. ഒരുപക്ഷെ നിമിഷപ്രിയമായി നേരിട്ട് സംസാരിച്ച കൃപ മറിയയും അതിനെ മനസ്സിലാക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. പക്ഷെ നമ്മളിതിനെ കാണേണ്ട ഒരു രീതി മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതൊന്ന്, ഇവിടെ ഈ കാന്തപുരം മുസ്ലിയാരുടെ ഒരു ഭാഗത്തെ അബൂബക്കർ മുസ്ലിയാർ, AP അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്ത് നിന്ന് ഉള്ള ഒരു നീക്കം, അതിനെ ഞാൻ വിമർശനപരമായിട്ടല്ല കാണുന്നത്. കാരണം എനി മൂവ് വിത്ത് എ പോസിറ്റീവ് ഇൻറ്റൻഷൻ ഷുഡ് ബി സീൻ പോസിറ്റീവ്ലി. ആര് ക്രെഡിറ്റ് എടുത്തു എന്നതിനെക്കുറിച്ച് ഇവിടെ വലിയ രീതിയിലുള്ള പരാമർശങ്ങളോ വിശകലനമോ ചെയ്യുന്നത് ആത്യന്തികമായി, ഇത് നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതാണ്, യമനിൽ ഇരുന്നു കൊണ്ട് തലാലിൻ്റെ ഫാമിലി ഈ ചർച്ച മലയാളത്തിലാണെങ്കിൽ പോലും അത് ഡീകോഡ് ചെയ്തുകൊണ്ട് അറബിക്കിൽ ഇത് കേൾക്കുന്നുണ്ടാവും, കാണുന്നുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു രാജ്യം, ഇതിൻ്റെ മെറിറ്റ് അല്ല വിഷയം, ഒരു രാജ്യം ഒറ്റക്കെട്ടായി കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, ചാണ്ടി ഉമ്മനെ പോലെയുള്ള MLA മാർ, അത് ഉമ്മൻചാണ്ടിയുടെ മകനാണ്, ഉമ്മൻചാണ്ടിയുടെ കാലം മുതൽ എടുത്ത താല്പര്യമാണ്. അതുപോലെ സാമൂഹ്യ സംഘടനകൾ, സാമുവൽ ജെറോമിനെ പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകർ, അതിനോടൊപ്പം തന്നെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ്. ബ്ലഡ് മണി കൊടുക്കേണ്ടി വന്നാൽ അത് കൊടുക്കാൻ സന്നദ്ധരാണ്. അത് മാത്രമല്ല $1 million, അത് 10 million വരെ ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് 86 കോടി, ഒന്നുകിൽ 8.6 കോടി അല്ലെങ്കിൽ 86 കോടി രൂപയുടെ വർത്തുള്ള ബ്ലഡ് മണി അല്ലെങ്കിൽ ദിയാധനം അത് സ്വീകരിച്ചുകൊണ്ട് ഒരു പക്ഷേ ശ്രീ സാമുവൽ ജെറോം സൂചിപ്പിച്ചതുപോലെ ഒന്നുകിൽ നിമിഷപ്രിയയെ പൂർണ്ണമായി മോചിപ്പിക്കും, അല്ല എങ്കിൽ ഈ ശിക്ഷ കമ്മ്യൂട്ട് ചെയ്യാൻ, ശിക്ഷ കുറയ്ക്കാനൊരു വ്യവസ്ഥ അവിടുത്തെ നിയമത്തിൽ ഇല്ലാത്തത് കൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ശ്രീ ഹസ്കർ പറഞ്ഞതുപോലെ ഇതൊന്ന് കമ്മ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ലഘൂകരിക്കുക, ആ ഓപ്ഷൻ നിലവിലില്ല. അപ്പം നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് വളരെ പരിമിതമാണ്. ഇപ്പോൾ പന്ത് തലാലിൻ്റെ കുടുംബത്തിൻ്റെ കോർട്ടിലാണ്. തലാലിൻ്റെ ബ്രദർ ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ആ ബ്രദർ ആദ്യമായിട്ടാണ് ചർച്ചകളുടെ ഭാഗമാകുന്നത്. അവിടുത്തെ ആ ഗോത്രത്തിലെ തന്നെ നീതിന്യായ പരിചയമുള്ള അല്ലെങ്കിൽ ജഡ്ജസ് ആയിട്ടുള്ള ആളുകൾ ഈ സംഭാഷണത്തിൻ്റെ ഭാഗമായി, ഗവൺമെൻറ്റിൻ്റെ, അവിടെ നിലവിലുള്ള സർക്കാരിൻ്റെ പ്രതിനിധികൾ ഈ സംസാരത്തിൻ്റെ ഭാഗമായി, അങ്ങനെ യമനുള്ളിൽ ഒരു പ്രോസസ്സ് നടക്കുന്നു. അത് ശുഭോദർക്കമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ഒരു ബ്രീതിങ് സ്പേസാണ് കിട്ടിയിരിക്കുന്നത്. ശിക്ഷ മരവിപ്പിച്ചിട്ടേ ഉള്ളൂ. അതായത് ഒരു ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല, മരവിപ്പിച്ചിരിക്കുന്നു. അത് വളരെ വലിയ ശുഭാപ്തി വിശ്വാസമാണ്. ഒരാളും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാതിരിക്കട്ടെ. അത് നമ്മളാണ്, അത് ഞാനാണ് എന്നാരും പറയാതിരിക്കട്ടെ. എല്ലാവരുടെയും ശ്രമം ഇതിനകത്തുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉസ്താദിൻ്റെ നിലപാട് പോലും വളരെ നിർണായകമായിരുന്നു എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം അവിടെ സൂഫി വിഭാഗം, ഇസ്ലാമിൻ്റെ ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ ചിന്താസരണികളെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ കാണുന്ന ഒരു വിഭാഗമാണല്ലോ സൂഫികൾ. അപ്പോൾ സൂഫി ആചാര്യൻ, അപ്പോൾ സൂഫി ബുദ്ധിജീവികൾ, അവരെല്ലാം ഇടപെട്ടു എന്ന് പറയുമ്പോൾ അതിലൊരു നെഗറ്റീവ് കൊണോട്ടേഷൻ നമ്മൾ കാണേണ്ടതില്ല. തീവ്ര റാഡിക്കൽ ഇസ്ലാമിക് വിഭാഗങ്ങളുണ്ട് അവരുടെ ഇടയിൽ തന്നെ, ഹൂതികളുടെ ഇടയിലുണ്ട്, യമനിലുണ്ട്. പക്ഷേ അവരല്ല ഒരു മിതവാദ നേതൃത്വം,
അതിൻ്റെ ഭാഗമായി ഇതൊരു മനുഷ്യജീവൻ്റെ വിഷയമാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അവിടെ ഒരു വധം നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മരണം നടന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ സമഭാവനയോടുകൂടി കണ്ടുകൊണ്ട് ഒരു സൂഫി പുരോഹിതൻ അല്ലെങ്കിൽ സൂഫി മതപണ്ഡിതൻ ഇതിൽ ഇടപെട്ടു. അതൊരു ബ്രേക്കിംഗ് പോയിന്റാണ്, ഒരു കാറ്റലിസ്റ്റ് ആണെന്ന് നോക്കണം. ഈ രാവണൻ കോട്ട പോലെ നിൽക്കുന്ന ഒരു സംവിധാനത്തിൽ ഒരു ചെറിയ പഴുത് ആ സൂഫി ആചാര്യനിലൂടെ, ആ സൂഫി പണ്ഡിതനിലൂടെ ലഭിക്കുന്നുവെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് കാണണം. അങ്ങനെ എല്ലാ ആളുകൾക്കും, അതായത് കേരളത്തിൻ്റെ ജനത ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി. അതുകൊണ്ട് തീർച്ചയായും അതിൻ്റെ നിയമപരമായ തെറ്റാര് ചെയ്തു അങ്ങനെയുള്ള വിചാരണകൾ തീർച്ചയായും നിമിഷപ്രിയയുടെ മോചനത്തിന് അല്ലെങ്കിൽ ശിക്ഷ ഇളവ് ചെയ്യുന്നതിന് അതിനെല്ലാം വിഘാതമാകും. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വളരെയധികം ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. കാരണം അത് ഗവർണർ ഓഫ് കേരള സംസ്ഥാന ഗവർണർ അർലേക്കർ തീർച്ചയായും ഇതിൽ വളരെ വലിയ താല്പര്യമെടുത്തു. അർലേക്കറുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവന്നു. അർലേക്കർ കേന്ദ്ര സർക്കാരുമായി സംസാരിച്ചു. കേന്ദ്ര സർക്കാർ അനൗപചാരിക, അതാണ് ഞാൻ പറയുന്നത്, ട്രാക്ക് ടു ഡിപ്ലോമസി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം ഇന്ത്യക്ക് ഇറാനുമായി ബന്ധമുണ്ടെന്ന് ഓർക്കണം. ഇസ്രയേലുമായി ബന്ധമുള്ളതുപോലെ ഇന്ത്യക്ക് ഇറാനുമായും ബന്ധമുണ്ട്. അപ്പോൾ ഇറാനുമായി അടുത്ത് നിൽക്കുന്ന പ്രദേശമാണ് ഹൂതികൾ, അല്ലെങ്കിൽ ആ ഒരു ഹൂതി വിഭാഗം, അല്ലെ അവിടുത്തെ ലോക്കൽ ഭരണകൂടം ഇറാൻ എന്ന രാജ്യവുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ്. അപ്പം മറ്റ് കാര്യങ്ങളെല്ലാം, മറ്റ് ആഗോള രാഷ്ട്രീയം, ഭൗമരാഷ്ട്രീയം എല്ലാം മാറ്റിവെച്ചിട്ട് are we going to give a premium to the life of an individual, an Indian citizen? ഇസ്രയേൽ കൊടുക്കുന്ന ഒരു വില, ഇസ്രയേൽ ഓരോ പൗരനും ഇസ്രയേൽ കൊടുക്കുന്ന വില. കാരണം എത്രയോ ഈ തീവ്രവാദികളെയാണ് മോചിപ്പിച്ചത് ഇസ്രയേൽ. കാരണം ഒരു ജവാന്റെ വില എന്ന് പറയുന്നത് ഇസ്രയേൽ രാജ്യം കൊടുക്കുന്നത് ഒരു സൂചനയായി എടുക്കാമെങ്കിൽ ഇവിടെ ഒരു ഇന്ത്യൻ സിറ്റിസനാണ് നിമിഷപ്രിയ വിവാഹിതയാണോ അല്ലയോ, അതിൻ്റെ നിയമവശം തെറ്റ് ചെയ്തോ ഇല്ലയോ, ഇതൊന്നുമല്ല. ഇന്ത്യൻ പൗരയായ ഈ പറയുന്ന നിമിഷപ്രിയ എന്ന നേഴ്സിന് നീതി ലഭിക്കണം, ജീവൻ ഉണ്ടാവണം, തിരിച്ചിന്ത്യയിലേക്ക് എത്തിക്കാൻ കഴിയണം. അവിടെയാണ് ഇന്ത്യയുടെ പ്രാധാന്യം. അതുകൊണ്ട് വിവിധ സ്വരങ്ങളിൽ, വ്യത്യസ്തമായ സ്വരങ്ങളിൽ കോൺട്രഡിക്ടറിയായി ഈ വിഷയം സംസാരിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ഗുണമല്ല, ദോഷമാണ് ഉണ്ടാവുക. അതുകൊണ്ട് നിമിഷപ്രിയ തിരിച്ചെത്തിക്കുന്നതിനെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ, വളരെ ശ്രദ്ധാപൂർവമായ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണം. ഭിന്നസ്വരം വേണ്ടതില്ല എന്നാണ് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ചൂണ്ടിക്കാട്ടുന്നത്. BJPയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസിലേക്കാണ്. ശ്രീ ശങ്കുട്ടി ദാസ്, യമനിൽ നമ്മൾ ഈ യമൻ യുദ്ധകാലത്തൊക്കെ നമ്മുടെ സർക്കാരിൻ്റെ ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ്. അവിടെ നഴ്സുമാരെയൊക്കെ തിരികെ എത്തിക്കുന്നതിൽ വലിയ ഇടപെടൽ VK സിംഗിൻ്റെ നേതൃത്വത്തിലൊക്കെ നടന്നത് നമ്മുടെ മുന്നിലുള്ള കാഴ്ചയാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം കുറെ കൂടി സങ്കീർണമാണ്. സ്വാഭാവികമായും തലാലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില കാര്യങ്ങൾ ആ സമൂഹത്തിൽ, ആ യമൻ പൗരന് ആ സമൂഹം കൽപ്പിക്കപ്പെടുന്ന വലിയ പ്രാധാന്യം, ഒപ്പം നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം വളരെ കൃത്യമായ നയതന്ത്ര ഇടപെടൽ നമ്മൾ ഭാരതം നടത്തി വരികയാണ്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഇടപെടലുകളാണ് നടന്നു വരുന്നത്. അതിൽ എന്തൊക്കെയാണ് എടുത്തു പറയാവുന്ന കാര്യങ്ങൾ? കാരണം നയതന്ത്ര ബന്ധം നമുക്ക് സാധ്യമല്ലാത്ത ഒരു രാജ്യമാണ്. അവിടേക്ക് ട്രാവൽ ബാൻ ഉൾപ്പെടെ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഭാരതം ഈ അവസ്ഥയെ അഭിമുഖീകരിക്കുന്നത്? നോക്കൂ, ഒരു വിദേശ രാജ്യത്ത് വധശിക്ഷയ്ക്ക് വിധേയമായിട്ടുള്ള അല്ലെങ്കിൽ വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു ഇന്ത്യൻ പൗരയെ രക്ഷിക്കുക എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഒരു ഉത്തരവാദിത്തമാണ്, കടമയാണ്. ആ നിലയിൽ രാജ്യത്തിന് സാധ്യമായിട്ടുള്ള മുഴുവൻ ഇടപെടലുകളും നമ്മൾ ഈ കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് മലയാള മാധ്യമങ്ങളിൽ നടക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇന്ന് കേന്ദ്ര സർക്കാർ തന്നെ അഭിപ്രായപ്പെട്ടത് കേരളത്തിൽ നടക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണങ്ങൾ യമനിൽ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ അബ്ദുൽ തലാലിന്റെ കുടുംബത്തിൽ ഉൾപ്പെടെ അവരെ ഭയങ്കരമായിട്ട് ആന്റഗണൈസ് ചെയ്യുന്ന തരത്തിൽ ഈ തലാലിനെ വളരെ മോശക്കാരനായിട്ടുള്ള, എന്തുകൊണ്ടും കൊല്ലപ്പെടാൻ യോഗ്യനായിരുന്ന, മയക്കുമരുന്നിന് അടിമയായിരുന്ന ഒരു വളരെ മോശം മനുഷ്യൻ എന്നുള്ള രീതിയിലൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നതും നിമിഷപ്രിയയുടെ ഇന്നസെൻസിനെ സംബന്ധിച്ച് എന്താ പറയുക വല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്നതും ഒക്കെ അവിടെ യഥാർത്ഥത്തിൽ ആ കുടുംബത്തെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നടക്കേണ്ട ഒരു പ്രോസസ്സിനെ അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ അവിടുത്തെ എല്ലാ കോടതികളും ശിക്ഷ വിധിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ ഈ ദിയാമണി അല്ലെങ്കിൽ ഈ പറയുന്ന
ബ്ലഡ് മണി കൊടുത്തിട്ട് അവരെ രക്ഷപ്പെടുത്തുക എന്നൊരു ഓപ്ഷൻ മാത്രം അവശേഷിക്കുന്ന സാഹചര്യത്തിൽ അത് സ്വീകരിക്കാൻ ആ കുടുംബം തയ്യാറാവാൻ വേണ്ടി പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും ശ്രമങ്ങളും പരിശ്രമങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുടുംബത്തെ ആക്ഷേപിച്ചുകൊണ്ട് ആ കൊല്ലപ്പെട്ടിട്ടുള്ള ആളെ പറ്റി വളരെ മോശമായിട്ടുള്ള കഥകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ നടത്തുന്ന ചർച്ചകൾ അത് യമനിൽ വലിയ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ പരസ്യ പ്രതികരണങ്ങൾക്ക് മുതിരരുത്. ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം നമുക്ക് അനുകൂലമായിട്ടുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുന്നത് വരെ ഈ വിഷയത്തിൽ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള സൈലൻസ് കീപ്പ് ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായമായിട്ട് നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ളത്. അപ്പൊ ആ കാര്യത്തിൽ ഈ കാര്യത്തിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളത്. ഇവിടെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സാഹചര്യം ഇവിടെ എല്ലാവരും ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടാവും. ഒന്ന്, യമന്റെ ആഭ്യന്തരമായിട്ടുള്ള സാഹചര്യം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. 2, നിമിഷപ്രിയ ഉൾപ്പെട്ടിട്ടുള്ള ഈ കേസിന്റെ ഫാക്ട്സിനെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ കേസിനെ എങ്ങനെയാണ് യമനിലെ നിയമം പരിഗണിക്കുന്നത് എന്ന് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. പിന്നീട് ഈ പറഞ്ഞതുപോലെ അവിടുത്തെ ഗോത്ര സഭകൾ, ഈ പറയുന്ന ട്രൈബൽ കൗൺസിൽസ്, ഉർഫുകൾ, ഇവരുടെ അധികാരങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രൊസീഡിങ്സിലൊന്നും ഈ പറയുന്ന ചിത്രത്തിലുള്ള പല ആളുകൾക്കും ഇടപെടാനുള്ള അവസരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് കരുതിയിട്ട് അവരുടെ ഇടപെടൽ ആവശ്യമില്ല എന്നുള്ളതല്ല. അവരുടെ ഇടപെടൽ ഒരു പക്ഷെ അടുത്ത ഘട്ടത്തിലായിരിക്കും ആവശ്യം വരിക. ആ ഘട്ടം ആവുന്നതിന് മുൻപേ തന്നെ നമ്മൾ വളരെ അമിതാവേശം കാണിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് സ്വന്തം ഭാവനയിൽ നിന്ന് വാർത്തകൾ നിർമ്മിച്ച് അത് പ്രചരിപ്പിക്കുന്നതും എല്ലാം യഥാർത്ഥത്തിൽ കേസിന് ഗുണപരമായിട്ടല്ല, ആ കേസിന് ദോഷകരമായിട്ടാണ്. ഇന്നിപ്പോ നോക്കൂ, ആ കുടുംബത്തിലെ ഒരു അംഗം സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത്രയും കാലം അവർ ഈ കാര്യത്തെ പറ്റി പരസ്യമായിട്ട് പ്രതികരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇപ്പൊ അവരുടെ മേലെ വന്നിട്ടുള്ള പ്രഷറാണ്. കാരണം എന്താ, ഇന്നലേക്ക് കേരളത്തിൽ വന്നിട്ടുള്ള വാർത്ത, കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറായി, നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള വഴി ഒരുങ്ങുന്നു, ഏത് നിമിഷവും മോചിക്കപ്പെടും എന്നാണ്. ഇത് വരുമ്പോ എന്താ സംഭവിക്കുക വെച്ചാൽ, അവിടുത്തെ ഈ പറയുന്ന ട്രൈബൽ കൗൺസിലുകൾ, ഈ അൽ മഹദി എന്ന് പറയുന്ന ട്രൈബൽ കൗൺസിലുകൾ ഈ കുടുംബത്തിന്റെ മുകളിൽ പ്രഷർ എക്സേർട്ട് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇവരെ മോചിപ്പിക്കാൻ തയ്യാറായത്? നിങ്ങൾ പണം മേടിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടോ? അങ്ങനെ പണം മേടിച്ച് ഇവരെ മോചിപ്പിച്ചാൽ ഇവർക്ക് പിന്നെ അവിടെ ജീവനോടെ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും. അപ്പോ സ്വന്തം സുരക്ഷിതത്വം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ആ കുടുംബം ഇപ്പൊ വന്നിട്ട് ഞങ്ങൾ ഒരു നിലയ്ക്കും ഇവർക്ക് മോചനം കൊടുക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ കാര്യത്തിൽ കേരളത്തിലുള്ള മാധ്യമങ്ങൾ കാണിക്കുന്ന അമിതാവേശം കേസിനെ മോശമായിട്ടാണ് ബാധിക്കുന്നത്. നോക്കൂ, കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര ഇടപെടലുകളെ സംബന്ധിച്ച് പറയാൻ നമുക്ക് പരിമിതിയുണ്ട്. നമ്മൾ പല തരത്തിലുള്ള ബാക്ക്ഡോർ ആയിട്ടുള്ള നെഗോസിയേഷൻസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം നമുക്ക് പൊതുവേദികളിൽ പറയാൻ സാധിക്കില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ യമൻ എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഭരണകൂടമുള്ള രാജ്യമല്ല. നയതന്ത്രപരമായിട്ടുള്ള ഇടപെടൽ നടത്താൻ അവിടെ ഒരു നയതന്ത്ര കാര്യാലയം പോലും നമുക്ക് നിലവിൽ പ്രവർത്തിക്കുന്നില്ല. 2014 ശേഷം 2015 മാർച്ചോടുകൂടി ഒരു ഫുൾ ബ്ലോൺ ആയിട്ടുള്ള സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് യമൻ. നമ്മൾ ആ സമയത്ത് ഇന്ത്യയുടെ മുഴുവൻ പൗരന്മാരെയും, നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, 4600 ഇന്ത്യൻ പൗരന്മാരെയാണ് ഓപ്പറേഷൻ റാഹത്ത് എന്ന് പറയുന്ന ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്തത്. ഇന്ത്യൻ പൗരന്മാരെ മാത്രമല്ല, ഏതാണ്ട് 1000 വിദേശ പൗരന്മാരെ കൂടി, 41 രാജ്യങ്ങളിൽ നിന്നുള്ള 960 വിദേശ പൗരന്മാരെ കൂടി നമ്മൾ ആ സമയത്ത് ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇന്ത്യ നടത്തിയിട്ടുള്ള നയതന്ത്ര ഇടപെടൽ കൊണ്ട് ഒരേ സമയം സൗദിയും ഇറാനും ഒരു ഘട്ടത്തിൽ സീസ്ഫയർ പ്രഖ്യാപിക്കുകയും ഇന്ത്യയുടെ സിവിലിയൻസ് ആയിട്ടുള്ള, ഇന്ത്യയുടെ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു സേഫ് പാസേജ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വാർട്ടോടായിട്ടുള്ള സിവിൽ വാർ കൊണ്ട് കലഹിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്ത് പോലും ഇന്ത്യക്ക് അവരുടെ നയതന്ത്രപരമായിട്ടുള്ള ചാനൽസ് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചാനൽസ് എന്താ നമ്മൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നാളെ പിന്നീട് നമുക്കത് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം വരും. ഇവരുടെ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിലിന്റെ ഉള്ളിലായിക്കോട്ടെ, ഇവരുടെ പ്രസിഡൻഷ്യൽ കൗൺസിലിന്റെ ഉള്ളിലായിക്കോട്ടെ, ഇന്ത്യയുടെ പ്രോ ഇന്ത്യൻ സെന്റിമെന്റ്സ് ഉള്ള നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നമ്മുടെ ആളുകളുണ്ട്. പക്ഷെ ആ പേരുകളൊന്നും നമുക്ക് ഒരു ഘട്ടത്തിലും വെളിപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് ഒരു പ്രായോഗികമായിട്ടുള്ള സാഹചര്യമാണ്. രണ്ടാമത്തെ കാര്യം, അവിടെ യമനിലുള്ള അവിടുത്തെ ആഭ്യന്തര സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ക്യാപിറ്റൽ ഓഫ് സന, ഈ ക്യാപിറ്റൽ അവിടെ എന്താ പറയാ, ഹാദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്, അബ്ദുറബൽ ഹാദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് 2014 വരെ ഉണ്ടായിരുന്നത്. ഇതിനെതിരെയാണ് ഈ ഹൗത്തി റിബലുകളുടെ നേതൃത്വത്തിൽ, അബ്ദുള്ള അൽ സലയുടെ നേതൃത്വത്തിലുള്ള ഹൗത്തി റിബലുകൾ വലിയ ആക്രമണം നടത്തുന്നു. ആദ്യഘട്ടത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഇറാന്റെ പ്രദേശങ്ങൾ മുഴുവൻ ഇവർ പിടിച്ചടക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ഈ സല കൊല്ലപ്പെട്ടതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഈ സലയുടെ ആളുകളും ഈ ഹൗത്തികളും തമ്മിൽ തന്നെ സംഘർഷം ഉണ്ടായി. 2017 മുതൽ ബാറ്റിൽ ഓഫ് സന എന്നുള്ള പേരിൽ ഈ വിമതന്മാർക്കിടയിൽ തന്നെ 2 ഗ്രൂപ്പുകളായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള കലാപം ഉണ്ടായി. നിലവിലെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, കണക്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 3,77,000 ആളുകൾ ഡയറക്റ്റ് ഹിറ്റിൽ യമനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. 1,50,000 ആളുകൾ ഇൻഡയറക്റ്റ് ഹിറ്റിൽ യമനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 4 മില്യൺ ആളുകൾ, അതായത് 40 ലക്ഷം മനുഷ്യർ
അവർ താമസിക്കുന്ന സ്ഥലത്ത് ഒഴിഞ്ഞു പോകേണ്ടി വന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അതായത് ഒരു ആഭ്യന്തര യുദ്ധം കൊണ്ട് 5.5 ലക്ഷം ആൾക്കാർ മരിച്ചു കിടക്കുന്ന, 40 ലക്ഷം ആൾക്കാർ പലായനം ചെയ്തൊരു സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ ഒരു ജീവന് വേണ്ടി വില പേശിക്കൊണ്ടിരിക്കുന്നത്. ഈ ജീവന്റെ വില ഇവർക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലായിക്കൊള്ളും എന്നത് നമുക്ക് വാദിക്കാൻ സാധിക്കില്ല. രണ്ട്, ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള സംഭവം, അവിടുത്തെ യമനിലെ പ്രത്യേക നിയമം, ശരിയായ നിയമം എങ്ങനെയാണ് ഈ ഡിസ്ഫിഗർമെന്റ് ഓഫ് ബോഡി എന്ന് പറയുന്ന ആസ്പെക്ടിനെ കാണുന്നത്? ഇത് കൊലപാതകം മാത്രമല്ല, മർഡർ എന്ന് പറയുന്നത് ഒരു ഒഫൻസ് ആണ്, ശരിയാണ്. പക്ഷെ മർഡറിന് മറ്റ് പലതരത്തിലുള്ള ന്യായീകരണങ്ങളുണ്ട്. സെൽഫ് ഡിഫൻസിന്റെ പേരിലുള്ള മർഡർ ആണെങ്കിൽ നമുക്കത് ചിലപ്പോൾ അതിനെ പാഠം ചെയ്യാൻ സാധിക്കും. കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയല്ലാതെ ചെയ്തിട്ടുള്ള കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പക്ഷെ മരിച്ചതിന് ശേഷം ഈ ശരീരത്തെ പല കഷ്ണങ്ങളായി മുറിച്ച് അത് ഡിസ്പോസ് ചെയ്തു എന്ന് പറയുന്നത് യമനി നിയമം വളരെ ഒരു കുറ്റകൃത്യമായി കാണുന്ന, വളരെ ഒരു ഹീനമായിട്ടുള്ള കുറ്റകൃത്യമായി കാണുന്ന ഒരു സംഭവമാണ്. കാരണം ഒരു ആഫ്റ്റർ ലൈഫിൽ വിശ്വസിക്കുന്ന ആളുകളായതുകൊണ്ട് ഈ ബോഡി ഇൻടാക്ട് ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സ്വർഗ നരകങ്ങളിലുള്ള വിശ്വാസങ്ങളിലെല്ലാം ഈ ശരീരം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പൊ മരണാനന്തരം ഈ ശരീരം കഷ്ണങ്ങളാക്കി മുറിച്ചു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യഘട്ടത്തിൽ യമനിലെ പത്രങ്ങളിലെല്ലാം വാർത്ത വന്നത് ഇന്ത്യൻ വനിത ഭർത്താവായിട്ടുള്ള യമനി പൗരനെ കൊന്ന് കഷ്ണങ്ങളാക്കി ശരീരം ഡിസ്പോസ് ചെയ്തു എന്നാണ്. കാരണം ഇദ്ദേഹം അവിടെ കൊടുത്തിരുന്ന ഒരു പ്രചരണം നിമിഷപ്രിയ തന്റെ ഭാര്യയാണെന്നും ഞങ്ങൾ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുകയാണെന്നുള്ളത് വരുന്നു. അപ്പോ യമനി പൗരനെ കല്യാണം കഴിച്ചിട്ടുള്ള ഇന്ത്യൻ വനിത ഭർത്താവിനെ കൊന്ന് കഷ്ണങ്ങളാക്കി എന്നുള്ളതാണ്. അവിടെ വലിയൊരു പബ്ലിക് ഔട്ട്റീച്ച്, പബ്ലിക് ആങ്കർ ഉണ്ടാക്കിയുള്ള ഒരു വിഷയം അത്. നമ്മുടെ നാട്ടിലെ ഈ ഗോവിന്ദസ്വാമി, സൗമ്യ കേസൊക്കെ പോലെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരു വിഷയം ഉണ്ടാക്കിയുള്ള കേസാണ്. ആ കേസിൽ നിമിഷപ്രിയയുടെ ബ്രെഡിന് വേണ്ടിയിട്ട് യമനിൽ വലിയ കൂട്ടാഹ്വാനങ്ങളും അവിടെ വലിയ പ്രകടനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പബ്ലിക് സെന്റിമെന്റ് ഇൻവോൾവ് ആയിട്ടുള്ള കേസിൽ നമ്മൾ അതില് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള, നമ്മൾ വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സാണ് പറയുന്നത്. നമ്മൾ ഇന്നസെൻസിനെ പറ്റി പറയുന്നില്ല. നമ്മൾ പറയുന്നത് ഫെയർ ട്രയൽ കിട്ടിയിട്ടില്ല, അവർക്ക് അവിടെ നടന്നിട്ടുള്ള വിചാരണ മുഴുവൻ അറബിയിലായിരുന്നു, അവർക്ക് അവരുടെ ഭാഗം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല, അവർ യഥാർത്ഥത്തിലുള്ള ഡോക്യുമെന്റ്സ് വായിച്ചിട്ടല്ല അതിൽ ഒപ്പിട്ടിട്ടുള്ളത്, ഇവരുടെ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് ഫോഴ്സ്ലി എക്സ്ട്രാക്റ്റഡ് ആണ്, തുടങ്ങിയിട്ടുള്ള ടെക്നിക്കൽ ഗ്രൗണ്ട്സ് ആണ്, ഫെയർ ട്രയൽ അല്ല എന്നുള്ളതാണ്. അതല്ലാതെ നിമിഷപ്രിയ നിരപരാധിയാണെന്നും ഈ പറയുന്ന തലാൽ അൽ മെഹദി എന്തുകൊണ്ടും കൊല്ലപ്പെടാൻ യോഗ്യരായിരുന്ന ഒരാളാണെന്നുള്ള വാദം നമുക്ക് അവിടെ ഉന്നയിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ ആ കേസിനെ ഭയങ്കരമായിട്ട് ദോഷകരമായിട്ടാണ് ബാധിക്കുക. അവിടുത്തെ ട്രയലിൽ ആദ്യത്തെ 2018 കോടതി ശിക്ഷിച്ച്, 2020 വീണ്ടും അപ്പീൽ കോടതി ശിക്ഷിച്ച്, 2022 അവിടുത്തെ നാഷണൽ ജുഡീഷ്യൽ കൗൺസിൽ എന്ന് പറയുന്ന സുപ്രീം കോടതി ശിക്ഷിച്ച്, 2024 ഡിസംബർ ആയപ്പോഴേക്ക് അവിടുത്തെ നിലവിലെ പ്രസിഡന്റ് ആയിട്ടുള്ള റാഷിദ് അൽ ആലിമി ഈ ദയാഹർജി തള്ളിയിട്ടുള്ള ഒരു കേസിൽ നമ്മൾ നടത്തുന്നത് വളരെ ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ജീവൻ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള വളരെ നയതന്ത്രപരമായിട്ടുള്ള ഇടപെടലാണ്. ആ ഇടപെടല് അവിടുത്തെ നിയമം എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏറ്റവും അവസാനത്തെ പ്രധാനമായ കാര്യം ഈ പറഞ്ഞ പോലെ ട്രൈബൽ നിയമങ്ങൾ. അവിടുത്തെ ഈ അൽ മഹദി എന്ന് പറയുന്ന വിഭാഗം അത് തങ്ങളുടെ ഗോത്രത്തിന് നേരെ നടന്നിട്ടുള്ള ഒരു അതിക്രമമായിട്ട്, ഒരു അഭിമാന പ്രശ്നമായിട്ടുമാണ് അവരത് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഒരു നിലയ്ക്ക് ഇവരെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാവുന്നില്ല. ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് നമുക്ക് ഈ പറയുന്ന ആളുകളുടെ ആവശ്യമുള്ളത്. ഇപ്പോ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള അഡ്വക്കേറ്റ് ജനറൽ വെങ്കട്ടരമണ പറഞ്ഞ ഒരു കാര്യം, നമ്മൾ അവിടുത്തെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഷെയ്ഖിന്റെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിലിലെ അംഗമായിട്ടുള്ള, പറയുമ്പോൾ അവിടെ ഷിയ ഭരണകൂടമാണെങ്കിൽ പോലും ഷിയ ഭരണകൂടത്തോടും ടേംസ് സംസാരിക്കാൻ ശേഷിയുള്ള സൂഫി വിഭാഗത്തിൽ പെടുന്ന ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഷെയ്ഖിന്റെ സഹായം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പല ആളുകളെയും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഞാനാണിത് മുഴുവൻ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ ഒരു അവകാശവാദം ഒരുപക്ഷെ വളരെ നെഗറ്റീവായി ഈ കേസിൽ പ്രതിഫലിച്ചേക്കാം. ഞാൻ അങ്ങയിലേക്ക് എത്താം. അഡ്വക്കേറ്റ് BN ഹസ്കർ, അങ്ങ് നേരത്തെ പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ടുകൂടിയാണ് ഞാൻ അങ്ങയിലേക്കൊന്ന് എത്തുന്നത്. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇടുകയും ഇത് വലിയ മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കുകയും ചെയ്തൊരു സാഹചര്യം, അതായത് ദിയാദനം സ്വീകരിച്ചുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നതടക്കമുള്ള വാർത്തകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് മലയാള മാധ്യമങ്ങൾ നൽകുകയുണ്ടായി. ഇത് വളരെ കൃത്യമായി തലാലിൻ്റെ കുടുംബമൊക്കെ വീക്ഷിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇത് ഈ വലിയ എടുത്തുചാട്ടം നമുക്ക് ദോഷകരമാകുമോ? അല്ല നീലിമ, അത് നിശ്ചയമായും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുതകളെ നമുക്ക് അങ്ങനെ നിഷേധിച്ചുകൊണ്ടില്ല. അദ്ദേഹം ഇടപെട്ടത് കൊണ്ട് ആണ് അവിടുത്തെ സൂഫി പണ്ഡിതൻ വഴി ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അവർക്ക് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. ആ സൗഹൃദം ഇക്കാര്യത്തിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് താൽക്കാലത്തേക്ക് ഈ ഇടപെടൽ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ വധശിക്ഷ
നീട്ടിവെക്കുന്നതിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ളത് ആ വസ്തുതയെ തന്നെ അംഗീകരിക്കും. പക്ഷേ അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കർ, അതിൽ ഒരു വൈരുദ്ധ്യമല്ലേ ഇപ്പോൾ പുറത്തു വന്നത്? തലാലിന്റെ സഹോദരൻ പറഞ്ഞത് എന്താണ്? അത്തരത്തിൽ തലാലിന്റെ സഹോദരൻ BBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇതെല്ലാം പാടെ നിരാകരിച്ചുകൊണ്ടുള്ള ഒരു സമീപനം എടുക്കുകയാണ്. വളരെ സൈലന്റ് ആയി ചെയ്യേണ്ട ഒരു കാര്യം പൊതുജന മധ്യത്തിലേക്ക് വലിയൊരു ചർച്ചയിലേക്ക് വഴിവെക്കുമ്പോൾ അത് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നല്ലേ നമ്മൾ ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടത്? അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് actually that is what it did, like people have to understand this. I'm sorry to interrupt and I'm sorry to interrupt. ശ്രീ സാമുവൽ ജെറോം, ഞാൻ അങ്ങയിലേക്ക് എത്താം. അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കർ, നിലവിലെ ഒരു സ്ഥിതി അത്തരത്തിൽ ഒരു വിമർശനം ഉയരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് അങ്ങനെ ചോദിച്ചത്. അല്ല, നീലിമ, നിശ്ചയമായും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്റേത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവന സ്വാഭാവികമായി ഇതിൽ ദോഷം ചെയ്യുന്ന സാഹചര്യത്തിലേക്കും അതുവഴി കേരളത്തിൽ ഇപ്പോൾ വിഭാഗീയതയുടെ തലത്തിൽ ചർച്ചകൾ ഉടലെടുക്കുന്നതിനുള്ള സാഹചര്യവും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും തലാലിന്റെ കുടുംബത്തെയും തലാലിന്റെ കുടുംബാംഗങ്ങളെയും ഒക്കെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ ഇടപെടലുകളൊക്കെ ഉണ്ടായതിന്റെ സാഹചര്യം അതാണ്. ആ സാഹചര്യം വളരെ കൃത്യമായി ഈ കേസിന്റെ അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ മോചനത്തിന് വളരെ കൃത്യമായി അത് സാഹചര്യം ഒരു ദുരന്തമായി തീരുന്ന സാഹചര്യത്തിലേക്ക് എത്തരുത് എന്നുള്ള ആഗ്രഹമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് ഇത്തരം വിവാദങ്ങൾ ഒഴിവാക്കുക. ആരൊക്കെ ശ്രമിച്ചോ ആരൊക്കെ ശ്രമിച്ചില്ല എന്നുള്ളതല്ല, എങ്ങനെയും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാവുക. അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കർ, അതല്ലേ ഈ പ്രശ്നം? ആര് ശ്രമിച്ചു ശ്രമിച്ചില്ല എന്നതിനപ്പുറം ഒരു മനുഷ്യ ജീവനെ നമുക്ക് വിട്ടുകിട്ടേണ്ടതുണ്ട്. ഇപ്പോൾ സനായിലെ ഒരു സാഹചര്യം ഇപ്പോൾ നമ്മോടൊപ്പം ഇരിക്കുന്ന സാമുവൽ ജെറോമിന് വളരെ കൃത്യമായി അറിയാം. അതുപോലെ അറിയുന്ന ഒരാളാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. വളരെ സെൻസിറ്റീവായ ഒരു സമൂഹമാണ് അവിടെ. വളരെ നയതന്ത്രപരമായ ഇടപെടലുകൾ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ കാന്തപുരത്തെ പോലെ ഒരാൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം ക്രെഡിറ്റിലേക്ക് വരുത്താൻ അദ്ദേഹം ചില എടുത്തുചാട്ടങ്ങൾ നടത്തിയോ അത് വിനയായോ എന്നത് സാമുവൽ ജെറോം അടക്കമുള്ളവർ പറയേണ്ട ഒരു കാര്യമാണ്, വിലയിരുത്തേണ്ട കാര്യമാണ്. അങ്ങനെ ബി എൻ ഭാസ്കർ, അത് വേണ്ടിയിരുന്നോ? കാന്തപുരത്തെ പോലെ ഒരാൾ ഇത്രയ്ക്കൊരു എടുത്തുചാട്ടം ഇക്കാര്യത്തിൽ നടത്തേണ്ടിയിരുന്നു? അല്ല, അതൊരു അപക്വമായിട്ടുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലുകൾ വളരെ സുദീർഘമായിട്ടുള്ള ഇടപെടലുകളാണ്. പക്ഷെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന അപക്വമായി പോയി എന്ന് തന്നെയാണ് എന്റെ തോന്നൽ. പക്ഷെ അദ്ദേഹം നടത്തിയിട്ടുള്ള നിസ്തൂലമായ സേവനം ഇക്കാര്യത്തിൽ അംഗീകരിച്ചേ മതിയാകൂ. അത് ആ ഗോത്രവിഭാഗ തലവന്മാരെ സ്വാധീനിക്കുന്നതിനും അതുവഴി മറ്റ് ഈ വധശിക്ഷ ഒഴിവാക്കുന്നതിനാവശ്യം, ശിക്ഷ അടക്കം ഒഴിവാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് എത്തുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. പക്ഷെ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭാഗീയതയ്ക്ക് വിത്തുവാകി എന്നുള്ളതാണ് നിർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യം. ഒരുപക്ഷെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ വിമർശിക്കുന്ന ആൾ കൂടിയാണ് ഞാൻ. ആ വിമർശനത്തിനോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള പ്രവൃത്തി, മാനുഷികമായിട്ടുള്ള ഇടപെടലുകളെ അംഗീകരിച്ചേ മതിയാകൂ. അത് ആർക്കൊക്കെ വിഷമം തോന്നിയാലും അത് അദ്ദേഹത്തിന് അഭിനന്ദനം അർഹിക്കുന്ന ഇടപെടലാണ്. പക്ഷെ അദ്ദേഹം അല്പം അവിവേകം കാണിച്ചു. അതിന്റെ ക്രെഡിറ്റ് സ്കോർ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയെന്ന് തോന്നൽ പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കുന്ന തരത്തിൽ അതിന്റെ ഒരു പ്രസ്താവന വന്നത് ശരിയായില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഉറച്ച ബോധ്യം. സനായിൽ നിന്നും സാമുവൽ ജെറോം കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സാമുവൽ ജെറോം, ഇപ്പോൾ ഈ ചില ആളുകൾ നടത്തിയ ഇടപെടലുകൾ അത് പോസിറ്റീവായി നടത്തുന്ന ഇടപെടലുകൾ ഒരുപക്ഷെ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ള ചില വിലയിരുത്തലുകൾ വരികയാണ്. മാത്രവുമല്ല, വളരെ കൃത്യമായി അവിടുത്തെ യമൻ അധികാരികളുമായി അങ്ങ് നിരന്തരം ബന്ധപ്പെടുന്ന ഒരാളാണ്. ഈ കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ ഈ തലാലിൻ്റെ കുടുംബത്തെയൊക്കെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ടാണോ ഇത്തരത്തിൽ BBC-ക്ക് ഒരു അഭിമുഖം നൽകുന്ന അവസ്ഥയിലേക്ക് തലാലിന്റെ സഹോദരൻ എത്തിയത്? Now, let me put the facts before you. Okay. Number one, let's talk about Brother Abdul Fattah. I had been in touch with Abdul Fattah since 2017 until the time I went to India. That was like 3.5 months ago. I went to India. Until that time, we are in touch. Officially, we have met him for this thing, for seeking pardon. I met him twice. I met the father, and several meetings had been held with the sheikh. So, did he come any time and post in a Facebook that he will not talk to us, or he's wanting the blood? I mean, did he post anything?
This relationship has been carefully built, and the bridges that I have built was of years in making. Now you need to understand that, as both of our gentlemen rightly placed, it is something that you need to understand. It's a very tribal thing there. And also you have to understand, why did he go and do this? There were 2 Facebook posts yesterday night he did, and then he went to the BBC. Now the first post, you have to go and very carefully, he says in that post that he did not even, that was night 10 o'clock local time and 12:30 midnight, and he clearly says that he did not even know of the extension. Now this gentleman, these people who are claiming to be with him, I mean, actually yesterday in 24 News I had a very heated discussion, and in that he said everything is finished, we have spoken to him, everything is finished, and we had 2 meetings. One of the guys, he said 2 meetings with them and they have already agreed. Night 10 o'clock he says he did not even know that the extension has done. So it clearly contradiction, number 1. Number 2, they also said this extension came because they had in touch with them and they agreed. Now, the brother who comes in the night and says that he is for execution, how will on the previous, in the morning, will go and agree for an extension? So it was clearly contradicting. People have to understand this. People have to just not go by what people are saying in the media. Just sit down and analyze the situation. And I want to now tell you what really happened. Friday morning I came here. I contacted, I mean, like previous, I mean, before I came here, I had a clear idea what to do. I knew going to the family will be very offending and they will not respond to me. So I clearly made a decision not to go to the family. Out of respect for the family, because I knew how they will react, because I had already feedback from the sheikhs and everything. So I was in a very crucial juncture to find a guy who will intervene with the president's office, that is president of Al Houthis. So this Sheikh Abdul Malik Nahia, I told him on Friday night what is happening. So he said Saturday morning, let us go to the public prosecutor office. I, mother, and Sheikh and our local embassy staff, we went there. On Friday, I did something else also. That was because of our Chandi woman. He spoke to our governor, and governor spoke to mother, and that's what. Yeah. Then also they spoke to me. Unfortunately, when the governor was calling me, I was out of reach. So later on, they called me and they assigned somebody from UAE, one Mr. Sajiv Purushothaman, to directly contact me. So Friday evening when I came here, when I knew things were bad, I immediately raised an email to Mr. Sajiv Purushothaman. I said, sir, I need this email. I need a request from the government, even before going to the Saturday, before going to the public prosecutor's office. You know, when we went to the public prosecutor, when mother was listening, when we gave the request, they already told us they had received a call from the president office. So this was already agreed on Saturday. And they said, can your government give us a request? This was the only thing they requested. Sunday, the request came. And I don't want to go into details how it came. Sunday, it was already confirmed. And Sunday, I already informed our embassy. I already informed Mr. Purushothaman of all those things, and all the people who were involved, everybody knew that this has been done. But you know why we did not go? Because they were expecting a public riot would come and they will force the government to change the thing. So this was why we did not go. And I have a WhatsApp thing which I have sent to Mr. Purushothaman, and I have WhatsApp which I have sent to the Embassy of India. So there was nothing, people have to know, there was nothing that was involved for on their part, this gentleman who is claiming that they did to do this. This is absolutely, I'm very surprised. I am here. Okay. I was there. I was part of the meeting. It's clear. So this is what. No. ഗവർണറുടെ എല്ലാം വളരെ കുറച്ച് മറ്റ് അതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ സാമുവൽ ജെറോം, പ്ലീസ്. Just one more thing. Just only one more thing. Only one second. Now, because of these claims that they said they have met with the family, that is why that triggered them. You need to understand. Because how is that a man who is wanting an execution
can be met and speak with people. That's absolutely it is not in par with their culture. So that is why yesterday night he took the extreme step of going to make the Facebook post and also going to BBC. So, okay, sorry. Yeah. ഓക്കെ. ഇതാണ് വളരെ കൃത്യമായി നടന്ന കാര്യങ്ങൾ. പക്ഷേ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു എന്ന കാര്യത്തിലേക്ക് കൂടി നമ്മൾ വരേണ്ടതുണ്ട്. ജന ഡിബേറ്റ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇനി 10 മിനിറ്റ് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. എല്ലാ അതിഥികളിലേക്കും 2 മിനിറ്റ് വീതം പോയി വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ ആരിഫ് ഹുസൈനിലേക്കാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, അങ്ങ് ചില ആശങ്കകൾ മുന്നോട്ട് വെച്ചിരുന്നു ചില ഇടപെടലുകളെ സംബന്ധിച്ച്. നമ്മുടെ നയതന്ത്ര തലത്തിൽ ഒരു ഇടപെടൽ നടത്താൻ കഴിയാത്തയിടത്ത് ചില ആളുകൾ നടത്തുന്ന ഇടപെടലുകൾ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. വളരെ ആശങ്കാകരമായ ചില സ്ഥിതിവിശേഷങ്ങൾ കൂടി അങ്ങ് മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ, സോഷ്യൽ മീഡിയ പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായി. എന്താണ് അങ്ങേക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എന്നെ ട്രിഗർ ചെയ്ത ഒറ്റ സെന്റൻസ് ആണ്, ഇന്ത്യ തോറ്റെടുത്ത് കാന്തപുരം ജയിച്ചു എന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോഴാണ് ഞാൻ അത് പറയാൻ നിർബന്ധിതനായത്. കാരണം ഇതങ്ങനെയല്ല ഇതിനെ കൊണ്ടുപോകേണ്ടതെന്നുള്ളത് തന്നെയാണ് നമ്മളുടെ പൂർണ്ണമായ ബോധ്യം. അത് ബോധപൂർവം തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം അതിനകത്ത്. പിന്നെ ഇവിടെ എന്താ സംഭവിച്ചത്, ഇത് 2 ഘട്ടത്തിലാണ് കാര്യം പോകുന്നത്. ഒന്ന്, ഇന്ന് വധശിക്ഷ നടക്കേണ്ട ദിവസമായിരുന്നു, അതായത് 16-ാം തീയതി. അപ്പോൾ നമുക്ക് ലഭിച്ചത് എന്താണ്, അതായത് ഇപ്പോൾ കാന്തപുരം ഇത് അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ 1-2 ദിവസം മുന്നേ ഇതിന്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. കാരണം എന്താണ്, അപ്പോഴും പെൻഡിങ് ആണ്. ഇവര് ഈ പറയുന്ന ബ്ലഡ് മണി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ വധശിക്ഷ ഒഴിവാക്കി കൊടുക്കുന്ന കാര്യത്തിൽ ഒരു ഡിസിഷനും ഇതുവരെയും വന്നിട്ടില്ല, ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ കേൾക്കുന്നത് അവരതിന് തയ്യാറല്ല എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഇതിനകത്ത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള സ്കോപ്പ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ഒരു ഏർലി സെലിബ്രേഷൻ ഇതുപോലെ നടക്കുമ്പോൾ ഇത് നടത്താനുള്ള അവസരം ഇതിനകത്ത് ഇടപെട്ട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജെറോമിനെ പോലെയും മറ്റു പല ആളുകളും ഉള്ളപ്പോൾ അവർക്കും ചെയ്യാൻ അറിയുന്ന കാര്യമല്ലേ. അത് അവർ ചെയ്യാതിരുന്നത് അവരുടെ പക്വതയായിട്ട് മെച്യൂരിറ്റി ആയിട്ട് നമ്മൾ കാണുമ്പോൾ ആ ഒരു മാന്യത, ആ ഒരു കരുതൽ ഇതിനകത്ത് എടുക്കാതെ ഇത് എന്തോ ഒരു വലിയൊരു ആവേശപ്പുറത്ത് ഇത് ചെയ്തു വെക്കുമ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന ദോഷം പോലും ആലോചിക്കാതെ ഇറങ്ങിത്തിരിക്കുന്നത് നമ്മളിവിടെ കാണുമ്പോഴാണ്, അതിന്റെ പിന്നാലെ വരുന്ന സ്റ്റേറ്റ്മെന്റ്സും കൂടി കാണുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വന്നത്. അപ്പൊ പിന്നെ അത് പറയാനുള്ള പൂർണ്ണമായ അവകാശം നമുക്ക് വന്നു ചേരുകയാണ്. എന്താണത്, ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ, ഈ ബന്ധങ്ങൾക്ക് പിന്നെ വേറെ എന്തെങ്കിലും ചില അന്തർധാരകളുണ്ടോ എന്ന് വരെ സംശയിക്കാനുള്ള എല്ലാ വകുപ്പും വെച്ച് തരുന്നത് ഇവർ തന്നെയാണ്. അതാണ് നമ്മളെ കൊണ്ട് അത് ചോദിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഹസ്കറും നേരത്തെ സമ്മതിച്ചതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്നുള്ളത്. അതായത് ഈ വിഷയത്തിൽ ഈ 2-ാം ഘട്ടം, 1-ാമത്തെ ഘട്ടം ഇത് പോസ്റ്റ്പോൺ ചെയ്യുക, 2-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇതിനെ ഈ അനുനയിപ്പിക്കുക എന്നുള്ളതാണ്. അതിന്റെ പ്രോസസ്സിൽ ഇനിയിപ്പോൾ കാന്തപുരത്തിന് അറബിയൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ്, ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇടപെടുന്നതിൽ നമുക്ക് എന്താ ബുദ്ധിമുട്ട്, അതിനോട് നമുക്ക് ഒരു വിരോധമില്ല. പക്ഷെ ഇത് വെറും ക്രെഡിറ്റിന് വേണ്ടി മാത്രം ഇതിനെ ഉപയോഗിക്കാൻ വളരെ ഏർലി ആയിട്ട് ഇത് ചെയ്തു വെച്ചതുകൊണ്ട് സംഭവിച്ചത് എന്താണ്, ആ ഘട്ടത്തിലേക്ക് പോലും സാധിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു, അല്ലെങ്കിൽ അവരെ കൊണ്ട് വളരെ നെഗറ്റീവായിട്ടുള്ള സ്റ്റാൻസിലേക്ക് അവരെ പുഷ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ കണ്ട വാർത്ത അതാണ്. പാണ്ടായി പോയി എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരവസ്ഥ. ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ആവോളം കാത്താൽ ആറോളം കൂടി നമുക്ക് കാത്തു നിൽക്കാൻ സാധിക്കണം. ഇവിടെ അത് നമ്മൾ കണ്ടില്ല. ഇവിടെ ഒരു ആവേശം, ഹസ്കർ പറഞ്ഞു തന്നെയാണ് പറയാനുള്ളത്, അപക്വമായി പോയി എന്നത് അദ്ദേഹം നിരീക്ഷിച്ചത് തന്നെയാണ് ഞാനും ആവർത്തിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് മലയാളി സമൂഹം ഉയരണം. ഇവിടെ മറ്റേതെങ്കിലും വിധേന ഇതിനെ വളച്ചുകൊണ്ടുകൊണ്ട് ഒരു കാര്യമില്ല. അപക്വത, ആ രീതിയിലുള്ള ഒരു നിലപാട് കാന്തപുരത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി, അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗത്തുനിന്നുണ്ടായി. ചർച്ച ചെയ്യേണ്ടതാണ്. അത് വളരെ സീരിയസ് ആയി കേരള സമൂഹം ഉയർത്തുന്ന ചില പ്രശ്നങ്ങൾ ഡോക്ടർ ആരിഫ് ഹുസൈൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് പക്ഷേ ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടം ഇതല്ല എന്നതുകൊണ്ട് മാത്രമാണ് അതിലേക്ക് പോകാത്തത്. ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് കൂടി. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ നമുക്കറിയാം ഇറാനും ഭാരതവും തമ്മിലുള്ള ഒരു ബന്ധം നമുക്കറിയാം. ഇപ്പോൾ ഈ യമനിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഇടപെടൽ നടത്താൻ കഴിയുന്നത് ഇറാനാണ്. വളരെ കൃത്യമായ കേന്ദ്ര സർക്കാർ ആ രീതിയിലൊക്കെ വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ സാമുവൽ ജെറോം ചൂണ്ടിക്കാണിച്ചതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചില വ്യക്തികൾക്കൊന്നും അല്ല യഥാർത്ഥത്തിൽ ഇവിടെ സ്ഥാനം എന്ന് പറയുന്നത്. നയതന്ത്ര തലത്തിൽ നമുക്ക് അപ്രാപ്യമായ കാര്യങ്ങളിലേക്ക് കൂടി ഭാരതം എത്തുന്നുണ്ട്. ആ രീതിക്ക് തന്നെയല്ലേ ഈ ചർച്ചകൾ പുരോഗമിക്കേണ്ടത്? അങ്ങനെ തന്നെയാണ് നീലിമ ഇത് പുരോഗമിക്കേണ്ടത്. ഇവിടെ ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുത്, അറിയുക പോലും ചെയ്യരുത്. ഈ പ്രമാണമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. ഭാരത ഗവൺമെൻറ് ഒരുപാട് നീക്കങ്ങൾ നടത്തി എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് എങ്കിൽ പോലും അതിൻ്റെ സ്പെസിഫിക് സ്വഭാവം ജനങ്ങളുടെ ഇടയിലേക്ക് ഷെയർ ചെയ്തിട്ടില്ല.
അത് ചെയ്യുന്നത് ബുദ്ധിമോശമാണ് എന്ന് അറിയാനുള്ള വിവേകം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കുണ്ട്. അതുകൊണ്ടാണ് അത് പബ്ലിക് ഡൊമൈനിലേക്ക് ഇത് പോകരുത്. അതായത് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ടാകട്ടെ, അല്ലെങ്കിൽ കുറ്റവാളികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാകട്ടെ, വിദേശ രാജ്യത്ത് നടക്കുന്ന വളരെ സങ്കീർണമായ പ്രക്രിയകളുടെ നൂലാമാലകൾ, നിറ്റി ഗ്രിറ്റീസ്, ഇത് പൊതുജനങ്ങളുമായി പങ്കുവെക്കേണ്ടതില്ല. അതുകൊണ്ടാണ് കാര്യം നടക്കുക എന്നതാണ് പ്രധാനം. അപ്പം തിന്നുക, കുഴി എണ്ണരുത് എന്ന പ്രമാണമാണ്. അത് പൂർണ്ണമായി ശരിവെക്കുന്ന രീതിയിലാണ് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോയിരിക്കുന്നത്. പക്ഷേ ഇൻഡിവിജ്വൽ ആക്ടേഴ്സ്, ചില ഗ്രൂപ്പുകൾ, ചില സംഘടനകൾ, അവർക്കെല്ലാം തീർച്ചയായും ഞങ്ങളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് കാണിക്കാനുള്ള വ്യഗ്രത ഉണ്ടാകും. പക്ഷേ അവരുടെ ആ വ്യഗ്രതയെ മാറ്റി നിർത്തിയാൽ ട്രാക്ക് 2-ൽ ഇവരും ഉണ്ടാകും. അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. ഇറാനുമായി തീർച്ചയായും ഇന്ത്യ ഗവൺമെൻറ് സംസാരിച്ചിട്ടുണ്ട്, അനൗപചാരികമായി സംസാരിച്ചിട്ടുണ്ട്. ഇറാൻ ആണെങ്കിൽ പോലും ഹൂതികൾ നിയന്ത്രിക്കുന്ന ആ പ്രദേശത്ത് ഇടപെടുന്നതിന് പരിമിതികളുണ്ട്, പ്രത്യേകിച്ചും മാറിയ സാഹചര്യത്തിൽ. പക്ഷേ ആ മാർഗങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഇതാ 2 വസ്തുതകൾ വെളിയിൽ വന്നിരിക്കുന്നു. ഒന്ന് യാഥാർത്ഥ്യമാണ്, ആശ്വസിക്കാവുന്നതാണ്. വധശിക്ഷ നടപ്പാക്കേണ്ട ദിവസമായിരുന്നു ഇന്ന്, ജൂലൈ മാസം 16-ാം തീയതി. ഇന്ന് വധശിക്ഷ ഒഴിവായിരിക്കുന്നു തൽക്കാലത്തേക്ക്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുള്ളൂ. സമയ പരിമിതി കൊണ്ട് മാത്രമാണ് സാർ ഇടപെടുന്നത്. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചൊക്കെ വലിയ രീതിയിൽ ഈ ഒരു ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഒരു ടൈം ലൈൻ തന്നിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും ഈ മാറ്റിവെച്ചത് ഒരുപക്ഷെ അവരെ കൊണ്ട് മാറ്റി ചിന്തിപ്പിക്കാവുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. വലിയ ദൗത്യമല്ലേ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഇപ്പോഴുള്ളത്? തീർച്ചയായിട്ടും അതെ, വലിയതാണ് ആ ദൗത്യം എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അത് അർഹിക്കുന്ന ഗൗരവത്തോടും സൂക്ഷ്മതയോടും അവധാനതയോടും കൂടിയിട്ടാണ് ഈ കാര്യം നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് പാകിസ്ഥാന്റെ കയ്യിലായിരുന്നു കുൽഭൂഷൺ ജാദവ് ഉണ്ടായിരുന്നത്. പാകിസ്ഥാൻ പോലെ ഇത്രയും ഹോസ്റ്റൈൽ ആയിട്ടുള്ള, നമ്മളോട് ശത്രുത വെച്ച് പുലർത്തുന്ന ഒരു രാജ്യമായിട്ട് കൂടി നമുക്ക് കുൽഭൂഷൺ യാദവിന്റെ കാര്യത്തിൽ ഡയറക്റ്റ് നയതന്ത്രപരമായി ഇടപെടാൻ സാധിച്ചത് അവിടെ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനം നിലവിൽ നിൽക്കുന്ന, ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് സാധ്യമാവുന്ന, ഒരു ജുഡീഷ്യൽ സംവിധാനം നിലവിലുള്ള, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പോലെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളെ മാനിക്കുന്ന ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ടാണ്. ഇവിടെ ഇതൊന്നും അല്ല എന്നുള്ള പ്രശ്നം നമുക്കുണ്ട്. യുണൈറ്റഡ് നേഷൻസിനെ അംഗീകരിക്കാത്ത, ഒരു ലോകരാജ്യങ്ങളെയും അംഗീകരിക്കാത്ത ഒരു റിബൽ സ്റ്റേറ്റിനോടാണ് ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത, നമ്മൾ നിയമപരമായി റെക്കഗ്നൈസ് പോലും ചെയ്യാത്ത ഒരു വിമത ഗവൺമെന്റിനോടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ട്രാക്ക് 1 ഡിപ്ലോമസി അല്ല ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വളരെ നിഗൂഢമായിട്ടുള്ള, രഹസ്യമായിട്ടുള്ള മാർഗങ്ങളാണ് അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വിജയിക്കുന്നത് വരെ ആ കാര്യത്തെ പറ്റി സൈലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല നയം. ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ ചർച്ച തുടങ്ങി വെച്ചത് കൃപാമേരിയിൽ നിന്നായിരുന്നു. കൃപാമരിയ, പറഞ്ഞ് അവസാനിപ്പിക്കാം. നിമിഷപ്രിയയ്ക്ക് നീതി ലഭിക്കും, നിമിഷപ്രിയ സ്വതന്ത്രയാകും എന്നീ ഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? തീർച്ചയായും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മുടെ ഹനാൻ ഇതിന്റെ ശരിക്കുള്ള ആളായതുകൊണ്ട്, നമ്മൾ ഇന്ത്യൻ പൗര, നമ്മുടെ നിമിഷപ്രിയ ആയതുകൊണ്ട് അവളെ രക്ഷിക്കേണ്ട കടമ നമുക്കുള്ളത് കൊണ്ടും, ഒരു പ്രവാസിയായി സഫർ ചെയ്ത് ജീവിക്കുന്ന അവസ്ഥയെ മുൻഗണനയിൽ നിർത്തിക്കൊണ്ട് അവൾക്കൊരു മുൻഗണന നമ്മളൊരു സ്ത്രീ എന്നതിൽ കൊടുക്കേണ്ടതും നമ്മളെപ്പോലെ ഒത്തിരി ഇതുള്ള വ്യക്തിത്വം അല്ല, അതും കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഹനാനെ എങ്ങനെയെങ്കിലും ഇതിൽ ഉൾപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവന്ന നിരപരാധിത്വം പ്രതീക്ഷിക്കുന്നു. അക്കാര്യത്തിൽ മുന്നോട്ട് വരുമെന്ന്, അതെങ്ങനെയെങ്കിലും അവരെ വീട്ടുകാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നമുക്ക് ബ്ലഡ് മണി എങ്കിലും അത് കൊടുക്കാനുള്ള കാര്യങ്ങൾ സാമുവൽ സാറ് അത് ചെയ്യാൻ നോക്കണം കേട്ടോ. സാമുവൽ ജെറോം, ഇക്കാര്യത്തിൽ ഇനി എന്താണ് നമ്മുടെ മുന്നിലുള്ള വഴി? ഒരു 30 സെക്കൻഡ് എടുത്ത് അങ്ങ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുമല്ലോ. Actually, there is nothing much I should say. There is only way. We have to go and seek pardon from the family, and whatever and whoever wants to do it, and whoever wants to help us, or whoever wants me to associate with them, I'm open to that. That's fine. I will just give my know-hows and everything. But please come here with only agenda to save Nimisha. Yes. Please put all your agendas by the side. അജണ്ട മാത്രമേ നമ്മുടെ മുന്നിൽ ഉണ്ടാകാൻ പാടുള്ളൂ. നിമിഷപ്രിയയുടെ മോചനം, വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കൽ, ഈ അജണ്ട മുൻനിർത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ട്രാക്ക് 1, ട്രാക്ക് 2 രീതിയിൽ തന്നെ വളരെ കൃത്യമായ നയതന്ത്ര ഇടപെടലുകൾ
നയതന്ത്രപരമല്ലാത്ത ഇടപെടലുകൾ എല്ലാം നടത്തിക്കൊണ്ട് നിമിഷപ്രിയയെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിൽ ഏതെങ്കിലും വിധത്തിലുള്ള അവകാശവാദവുമായി ആരെങ്കിലും വന്നാൽ അത് എത്രത്തോളം ആ കേസിനെ വഷളാക്കും എന്നതാണ് തലാലിൻ്റെ സഹോദരനിൽ നിന്നും നമുക്കിപ്പോൾ മനസ്സിലാകുന്ന കാര്യം. ആ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കൃത്യമായ ചില സൂചകങ്ങളാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സമചിത്തതയോടെ ഈ വിഷയത്തിൽ നമുക്ക് ഇടപെടാം. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.